ഹായ്, ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു. ഇന്നലെ നമ്മൾ തുടങ്ങിയ പരീക്ഷാ മുന്നൊരുക്ക ക്യാമ്പയിന്റെ ഭാഗമായി ഇന്നും നമ്മൾ ഗ്രൂപ്പിലേക്ക് എത്തിയ മുഴുവൻ ആളുകളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ടീം എസ്റ്റീം ട്രെയിനിങ് ഹബിന്റെ 10ാം വാർഷികത്തിന്റെ ഭാഗമായി നടത്തപ്പെടുന്ന രക്ഷിതാക്കൾക്ക് വേണ്ടി മാത്രമുള്ള ക്യാമ്പയിനാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ടീം എസ്റ്റീം ട്രെയിനിങ് ഹബ്ബ് എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷമായിട്ട് ട്രെയിനിങ് മേഖലയിൽ സജീവമായിട്ട് ഇടപെടുന്ന ഒരു ടീമാണ്. ഒരു വലിയൊരു ട്രെയിനേഴ്സിന്റെ ഒരു കൂട്ടമാണ് ടീം എസ്റ്റീം എന്ന് പറയുന്നത്. അതിൽ എല്ലാ തരത്തിലുള്ള ട്രെയിനിങ്ങിന് ആവശ്യമായിട്ടുള്ള ട്രെയിനേഴ്സിനെ നമുക്ക് നൽകാൻ കഴിയുന്നു എന്നുള്ളതാണ് ടീം എസ്റ്റീമിന്റെ പ്രത്യേകതയായിട്ട് വന്നിട്ടുള്ളത്. നിലവിൽ കുന്നംകുളത്താണ് ഓഫീസ് ഉള്ളത്. അതിന്റെ പ്രവർത്തന പരിധി എല്ലാ ജില്ലയിലും അതിന്റെ ക്ലാസ്സുകളും ക്യാമ്പയിനുകളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വെക്കേഷൻ സമയത്തൊക്കെ കുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ട് വെക്കേഷൻ അലഗ്ര എന്ന പേരിൽ ഇപ്പൊ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടികളെ സോഷ്യലൈസ് ചെയ്യണം എന്നുള്ളത്. അപ്പൊ കുറച്ച് ആൾക്കാർ കുറച്ച് പേരൻസ് ഇങ്ങനെ പേഴ്സണൽ ആയിട്ട് ചോദിച്ചു അതിന് എന്തൊക്കെ വേറെ ക്യാമ്പുകൾ ഉണ്ടെങ്കിൽ അറിയിക്കണം എന്നുള്ളത്. അതിലൊന്ന് ഞങ്ങൾ നടത്താറുള്ള വെക്കേഷൻ അലഗ്ര എന്ന് പറഞ്ഞിട്ട് കുട്ടികളുടെ ലൈഫ് സ്കില്ലുകൾ, അതായത് അവരുടെ ജീവിതത്തിൽ അവരെ പൊതു ചിന്തകൾ, അവരുടെ പെരുമാറ്റങ്ങൾ, സോഷ്യൽ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ലൈഫ് സ്കില്ലുകളും അതോടൊപ്പം തന്നെ അവരെ ടെക്നിക്കൽ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് റോബോട്ടിക്, കോഡിങ്, AI തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൂടി സംയോജിപ്പിച്ച് നടത്തുന്ന വെക്കേഷൻ അലഗ്ര പോലത്തെ ക്യാമ്പുകളൊക്കെ നമുക്ക് ഈ ഒരു സമയത്ത് നടത്താറുണ്ട്. വെക്കേഷൻ സമയത്ത് അതിൽ നല്ല റിസൾട്ടും കുട്ടികൾക്ക് കിട്ടാറുണ്ട്. അതിൽ പഠിച്ച കുട്ടികളൊക്കെ ഈ സമയത്ത് കേരള ഗവൺമെന്റ് യുവശാസ്ത്രജ്ഞ അവാർഡ് വരെ വാങ്ങിച്ച കുട്ടികൾ ആ ക്യാമ്പിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന സന്തോഷം നിങ്ങളോട് പങ്കുവെക്കുന്നു. അപ്പോൾ അത്തരം ക്യാമ്പുകൾ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ഗ്രൂപ്പുകൾ വഴി അറിയിക്കും. മക്കളെ ജോയിൻ ചെയ്യിപ്പിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് അതിൽ ജോയിൻ ചെയ്യിപ്പിക്കാവുന്നതാണ്. പിന്നെ പാരന്റ്സിന് മാത്രമായിട്ട് നമ്മൾ ചിലപ്പോ അടുത്ത മാസം ആദ്യത്തെ ഞായറാഴ്ച അല്ലെങ്കിൽ 2ാമത്തെ ഞായറാഴ്ച പാരന്റ്സിന് മാത്രമായിട്ടുള്ള ട്രെയിനേഴ്സ് ട്രെയിനിങ്, ഒരു പാരന്റ്സ് എന്തൊക്കെ ചിന്തിക്കേണ്ട മേഖലകളുണ്ടോ, പാരന്റിങ് ശൈലികൾ എന്തൊക്കെയാണ്, അവിടെ നമ്മൾ എങ്ങനെയൊക്കെ രൂപപ്പെടുത്തണം എന്നൊക്കെ മനസ്സിലാക്കുന്ന കുറെ അസസ്മെന്റ് ടൂളുകളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള പാരന്റ്സിന് മാത്രമുള്ള ട്രെയിനേഴ്സ് ട്രെയിനിങ് നടത്താൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാല് ടീം എസ്റ്റീം എന്ന് പറയുന്നത് കൃത്യമായിട്ട് ട്രെയിനിങ്ങിൽ എവിടെയൊക്കെയാണോ ഇടപെടേണ്ടത് അവിടെയെല്ലാം ഇടപെട്ടിട്ട് കൊണ്ടുപോകുന്ന സമിതിയാണ്. നമ്മുടെ സമയം 7:30 ആയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ നമ്മുടെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. എനിവേ എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ആശംസിച്ചുകൊണ്ട് പരീക്ഷാ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട ടോപ്പിക്കിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ജസ്റ്റ് ഒന്ന് റീകോൾ നടത്തുകയാണ്. നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞത് മക്കളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട ആദ്യം ഒരു കൃത്യമായ ലക്ഷ്യബോധം അത് പാരന്റ് എന്ന നിലയിൽ നമുക്ക് ഉണ്ടാവണം. അവരോട് കൂടി ആലോചിച്ച് ഒരു കൃത്യമായ കർമ്മ പദ്ധതികൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അവർക്ക് മാനസികമായ പിന്തുണ കൊടുത്ത് വളർത്തുന്ന ഒരാളായിട്ട് നമ്മളെ പാരന്റ് മാറണം. ഇന്നലെ നമുക്ക് തന്ന ഫീഡ്ബാക്കിൽ കുറെ ആളുകൾ പറയുകയും ചില ആളുകൾ പേഴ്സണലായിട്ട് വിളിക്കുകയും ചെയ്ത പോയിന്റ് ഇതാണ്. പാരന്റ് ടീച്ചറോടുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഭാഗം കുറെ ആളുകൾക്ക് വളരെ ഹൃദിസ്ഥമായി തോന്നി എന്നൊക്കെ പങ്കുവെച്ചു. നിങ്ങൾക്കും നിങ്ങളുടെ ഗ്രൂപ്പിലെ അഡ്മിന്മാരുമായിട്ട് ഇന്നത്തെ ക്ലാസ്സിലെ ഫുൾ ഫീഡ്ബാക്ക് നിങ്ങൾ കൊടുക്കണമെന്ന് നിങ്ങളോടും കൂടി ഓർമ്മപ്പെടുത്താണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന കൂടുതൽ പോയിന്റ് പഠനത്തിൽ എങ്ങനെയൊക്കെ ഒരു രക്ഷിതാവിനെ കുട്ടികളെ സഹായിക്കാൻ കഴിയുമെന്ന പോയിന്റാണ്. അതേപോലെ തന്നെ ചർച്ച ചെയ്യുന്ന മറ്റൊരു പോയിന്റാണ് അവരുടെ പരീക്ഷകളിൽ എങ്ങനെ സപ്പോർട്ട് കൊടുക്കണം എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത് പഠിക്കടാ 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 അല്ലെങ്കിൽ പഠിക്കടി 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 എന്ന് ചൊല്ലിക്കൊടുക്കുന്ന ഒരു താളം കൊണ്ട് പഠനം എന്നുള്ള കാര്യം നടക്കില്ല. ഇന്നലെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, കുട്ടികൾക്ക് പഠിക്കാൻ ഓൾറെഡി അവരെ പടച്ച പടപ്പിൽ തന്നെ കുറെ സ്റ്റൈലുകൾ ഉണ്ട്. ആ സ്റ്റൈലുകളിൽ ഏതെങ്കിലും ഒന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിനനുസരിച്ച് നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കലാണ് പാരന്റ്സിന് ഏറ്റവും നല്ല എളുപ്പമുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ. പഠിപ്പിക്കാം അല്ലെങ്കിൽ അവർ ഓർമ്മയിൽ നിർത്താൻ വേണ്ടിയിട്ട് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാല്. അപ്പൊ പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന കുട്ടികളോട് നമ്മൾ പരീക്ഷയായി, പരീക്ഷയ്ക്ക് സമയമായി, പരീക്ഷയ്ക്ക് ഒരുങ്ങാനായി എന്നെല്ലാം തുടങ്ങിയിട്ടുള്ള പോയിന്റുകൾ നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മാത്രം ഒരിക്കലും അവർക്കത് പഠിക്കാൻ കഴിയണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് മനസ്സിലാക്കിയെടുക്കേണ്ട ഏറ്റവും വലിയ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് പരീക്ഷയ്ക്ക് വേണ്ടി അവരെ ഒരുക്കാൻ ആദ്യമായിട്ട് നമ്മളും മാനസികമായിട്ടുള്ള സന്നദ്ധത നേടിയെടുക്കുക എന്നുള്ളതാണ്. അവിടെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ എളുപ്പവഴികൾ എന്ന് പറഞ്ഞാല് അവരെ മാനസികമായിട്ട് അവരെ ഏറ്റവും നല്ല എന്താ പറയുക സന്തോഷത്തിലേക്ക് എത്തിക്കാൻ ഒരു പാരന്റിന് കഴിയണം എന്നുള്ളത്. പരീക്ഷയായി, പരീക്ഷയ്ക്ക് സമയമായി, അതിന്റെ പേരിൽ ഈ പഠിക്കടാ പഠിക്കടാ എന്ന് കളിക്കാനും സമയമില്ല, ചിരിക്കാനും സമയമില്ല, കല്യാണത്തിന് പോകാനും സമയമില്ല, ഒന്നിനും സമയമില്ലാണ്ട് ഇങ്ങനെ അവരെ ഇടുക്കി പിടിച്ചാലുണ്ടാക്കാൻ പോകുന്ന ബുദ്ധിമുട്ട്, അവർക്ക് കൃത്യമായിട്ട് പഠനത്തിൽ ശ്രദ്ധ കൊടുക്കാൻ പറ്റില്ല, എന്നാൽ മറ്റേ സന്തോഷമൊട്ട് കിട്ടാനും പോകുന്നില്ല. അവസാനം ഒന്നുമില്ലാത്ത അവസ്ഥയൊക്കെ നമ്മളെ മക്കൾ മാറുന്നുള്ളതാണ്. അപ്പൊ അത്തരം അവസ്ഥയിലേക്ക് പോകാതെ
മക്കളെ ഏറ്റവും ഭംഗിയായിട്ട് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടി എന്തെല്ലാം ടെക്നിക്കുകളാണോ നമ്മൾ ചെയ്യേണ്ടത് അതെല്ലാം ചെയ്ത് ശീലിക്കുകയും അതെല്ലാം പഠിക്കുകയുമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇന്നത്തെ ക്ലാസ് നമുക്ക് കൃത്യമായിട്ട് പഠനത്തിൽ എങ്ങനെ സഹായിക്കണമെന്നും അതേപോലെ തന്നെ എങ്ങനെയാണ് പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന മക്കളെ അവരുടെ മനസ്സ് സജ്ജമാക്കുന്നത്, അവരെ ടെൻഷൻ എങ്ങനെ റിമൂവ് ചെയ്യാം, ആ ടെൻഷനുള്ള സമയത്ത് എങ്ങനെയാണ് പേരന്റ് അവരോട് പെരുമാറേണ്ടത് തുടങ്ങിയിട്ടുള്ള വലിയൊരു ഏരിയയൊക്കെയാണ്. നല്ല ശ്രദ്ധയോടെ കേൾക്കേണ്ട ക്ലാസ് ആണ്. തീർച്ചയായിട്ടും നമ്മളെ ഇന്നത്തെ ക്ലാസ് കുറെയൊക്കെ നിങ്ങൾ ചിലപ്പോൾ പല സ്ഥലങ്ങളിലായിട്ട് കേൾക്കാൻ കുറച്ചൊക്കെ സാധ്യതയുണ്ട്. ഇന്നത്തെ ക്ലാസ് തീർത്തും ഈ പരീക്ഷയും പഠനവും മാത്രമാണ്. ആ ക്ലാസ് നയിക്കുന്നത് പ്രിയപ്പെട്ട ഷഫീഖ് റഹ്മാനി തിരുവത്രയാണ്. അദ്ദേഹം ഓൾറെഡി ഈ വിഷയത്തിൽ ഒരുപാട് പഠിക്കുകയും അതുമായി അതിന്റെ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന വ്യക്തിത്വമാണ്. അപ്പൊ അദ്ദേഹത്തെ കൃത്യമായി ഈ സെഷൻ ലീഡ് ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുന്നു. വെൽക്കം ഷഫീഖ് സാർ. ഷഫീഖ് സാർ, വെൽക്കം. ഹലോ ഷഫീഖ് സാർ, അൺമ്യൂട്ട് ചെയ്തോളൂ. ഹലോ, ഇപ്പൊ സൗണ്ട് കേൾക്കാൻ പറ്റും തോന്നുന്നു. അതായത് കേൾക്കാം. ഓക്കെ, സോറി, നമ്മളെ ഹോസ്റ്റ് വേറൊരു ഇതായതുകൊണ്ടാണ് നമുക്ക് അൺമ്യൂട്ട് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായത്. എന്തായാലും ക്ഷമ ചോദിക്കുന്നു. നമുക്ക് വിലപ്പെട്ട ഒരു കുറച്ച് സമയങ്ങളാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. എന്തായാലും സോറി. ഓക്കെ, അപ്പോ വളരെ മനോഹരമായിട്ടുള്ള ഒരു സെഷൻ കഴിഞ്ഞിട്ട് അടുത്ത ഒരു സെഷനിൽ എങ്ങനെയാണ് നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ മക്കളെ തയ്യാർ ചെയ്തെടുക്കേണ്ടത് എന്ന് കേൾക്കുവാനും അറിയുവാനും ഒക്കെയാണ് നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇപ്പോഴും കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. ഓക്കെ, നന്നായി കേൾക്കുന്നുണ്ട്. ഓ ഗ്രേറ്റ്, താങ്ക് യു. അപ്പോ അങ്ങനെ ഒരു അവസ്ഥയിൽ വന്നിരിക്കുന്ന സമയത്ത് എനിക്ക് ആദ്യം പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ചോദിക്കാനുള്ള കാര്യം, ഒരു കുട്ടി പഠിക്കാനിരിക്കുന്ന സമയത്ത് ഏതൊക്കെ തരത്തിലുള്ള പ്രോബ്ലംസ് ആണ് നമ്മളിപ്പോ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരു 3-4 നമുക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ അതിനെ ചുറ്റിപ്പറ്റിയിട്ട് നമുക്ക് സംസാരിച്ചു തുടങ്ങാം. പെട്ടെന്ന് ടൈപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് എന്ത് ചെയ്യാം, തുടങ്ങാം. ഉറക്കമാണ് വളരെ പ്രധാനപ്പെട്ട പ്രശ്നം. ഓക്കെ,
വേറെ ഉണ്ടോ? ഉറക്കം മാത്രമാണ് പ്രശ്നമുള്ളൂ. അലസത, ദേഷ്യം, മറവി, പഠിക്കാനുള്ള മടി, ടെൻഷൻ. ഓക്കെ, കൂടുതൽ ടൈം ഇരിക്കാൻ കഴിയുന്നില്ല, പഠിക്കാൻ സമയത്ത് കൂടുതൽ ടൈം ഇരിക്കാൻ കഴിയുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇതിലിപ്പോ ഷാവുൽ സാർ പറഞ്ഞതിന് വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. ഒന്ന്, രക്ഷിതാക്കൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഈ ക്ലാസ്. പ്രിയപ്പെട്ട മക്കൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, രക്ഷിതാക്കൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ഇന്ന് നമ്മൾ പറയുന്നത് രക്ഷിതാക്കളോട് മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ്. ഒരു രക്ഷിതാവ് എന്ന നിലയിൽ ഒരു രക്ഷിതാവിന്റെ, ഒരു പാരന്റിന്റെ റോള് 3 രീതിയിലാണ് ഉണ്ടാവുക. മെന്റർ എന്ന് പറയുന്ന ഒരു റോൾ ഉണ്ട്. അതോടൊപ്പം രക്ഷിതാവിനുള്ള മറ്റൊരു റോൾ എന്ന് പറയുന്നത് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു റോൾ ഉണ്ട്. മൂന്നാമത്തെ റോൾ എന്ന് പറയുന്നത് ഡിസിപ്ലിനേറിയൻ എന്ന് പറയുന്ന റോളാണ്. ഈ 3 റോളും കൃത്യമായിട്ട് നിർവഹിക്കുന്ന ഒരു രക്ഷിതാവിനെ കുറിച്ചാണ്, അങ്ങനെയാണ് ഒരു രക്ഷിതാവ് ഉണ്ടാകേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇന്നലെ നമ്മൾ കൃത്യമായിട്ട് സെഷനിലൂടെ പറഞ്ഞത്. മെന്റർ ആയിരിക്കണം. മെന്റർ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഗൈഡ് ദെയർ ചിൽഡ്രൻ ടു ഫോർമുലേറ്റ് എ പ്ലാൻ. ഒരു പ്ലാൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്, ഫോർമുലേറ്റ് ചെയ്യാൻ, ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികളെ, ചിൽഡ്രൻസിനെ തയ്യാർ ചെയ്തെടുക്കുന്ന, ഗൈഡ് ചെയ്യുന്ന ആളാണ് മെന്റർ എന്ന് പറയുന്നത്. ഇനിയൊരു ഫ്രണ്ട് എന്നുള്ള രീതിയിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ, as a parent, they should listen to the concerns and worries of their wards and provide unconditional support എന്നാണ്. എന്ന് പറഞ്ഞാൽ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും, വറീസ് ഉണ്ടായിരിക്കും, അതോടൊപ്പം തന്നെ അവരുടെ കൺസേൺസ് ഉണ്ടായിരിക്കും. ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അഡ്രസ് ചെയ്യാൻ പറ്റുന്നതാണ് ആസ് എ ഫ്രണ്ട് എന്നുള്ള രീതിയിൽ. ഇനിയോ ആസ് എ ഡിസിപ്ലിനേറിയൻ എന്ന രീതിയിൽ നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, പാരന്റ് നിർബന്ധമായിട്ടും ഉണ്ടാവേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, they should ensure that a scheduled route is followed. ഇവിടെ കൊടുക്കുന്നത് കേൾക്കുന്നില്ല. ഞാൻ എല്ലാരെയും അൺമ്യൂട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളൊന്ന് മ്യൂട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളൊന്ന് അൺമ്യൂട്ട് ചെയ്താൽ മതിയെ. ഓക്കെ, ഇപ്പോ കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ. അപ്പോ ഡിസിപ്ലിനേറിയൻ എന്ന് പറയുന്ന രീതിയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ കുട്ടികളെ കൃത്യമായിട്ടൊരു റൂട്ടീനിലേക്ക് കൊണ്ടുവരാൻ, അതിനെ സ്കെഡ്യൂൾ ചെയ്യാൻ നമുക്ക് പറ്റണം എന്നുള്ളതാണ്. ഇപ്പോ ഒരു പാരന്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കുമ്പോൾ നമുക്കുള്ള ആവലാതിയും വേവലാതിയും ഞാൻ പറയാം. കുട്ടിയെ കുറിച്ച് അവന്റെ പരീക്ഷ അടുക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അവളുടെ പരീക്ഷ അടുക്കുമ്പോഴാണ് നമ്മൾ അവനെ കുറിച്ച് ചിന്തിച്ചത്, അവന്റെ പരീക്ഷയെ കുറിച്ച് ചിന്തിച്ചത്. അതല്ല എന്നുണ്ടെങ്കിൽ 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളിൽ അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചെറിയ രീതിയിലുള്ള ചില സ്ഥലങ്ങളില് ബാങ്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഓക്കെ, കഴിഞ്ഞാൽ നമുക്ക് തുടങ്ങാം. അപ്പോ കൃത്യമായിട്ട് ഒരു സ്കെഡ്യൂൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ള. പക്ഷെ നമ്മളിത് ചിന്തിക്കുന്ന എപ്പോഴാണെന്നറിയോ? പരീക്ഷാ സമയം ആയിട്ടുണ്ട്, ഒരു ജനുവരി ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡിസംബർ ആയിക്കഴിഞ്ഞാലാണ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുന്നത് ഒരു പാരന്റ് എന്നുള്ള രീതിയിൽ. പടച്ചോനെ, കുട്ടിക്ക് എന്താണ്, എക്സാം ആയിട്ടുണ്ട്, ഇനി അവൻ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ വേണം. പിന്നെ നമ്മൾ ഇന്നലത്തെ സെഷനിൽ സാറ് പറഞ്ഞതുപോലെ വടിയെടുക്കാൻ തുടങ്ങും, ശകാരിക്കാൻ തുടങ്ങും, ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ അവൻ ഇങ്ങനെ പിടിച്ചിങ്ങനെ മുറുക്കാൻ തുടങ്ങും നമ്മൾ. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പരീക്ഷാ കാലം എത്തുന്ന സമയത്ത് ഒരു കുട്ടിയുടെ അടുത്ത് ഇന്നലത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ ഉണ്ട്. ഇനി അതിൽ നിന്നാണ് ഞാൻ ബിൽഡ് ചെയ്യണത് കേട്ടോ. ഇനി ഇന്നലെ പറഞ്ഞ ഒരു കാര്യവും എന്ത് ചെയ്യുന്നില്ല, വീണ്ടും എന്ത് ചെയ്യുന്നില്ല, റീകോൾ ചെയ്തെടുക്കുന്നില്ല. ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ബേസ് ആയി, നമ്മുടെ ഫൗണ്ടേഷൻ ആയിട്ട് അവിടെ ഉണ്ട്. ഇനി അതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇന്ന് പറയുന്ന കാര്യങ്ങളെ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത്. ഓർമ്മപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ, ഇന്നലെ പറഞ്ഞ അതേ രീതിയിൽ നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സിൽ മാറ്റം വരുത്തി, നമ്മുടെ ബിഹേവിയറിൽ മാറ്റം വരുത്തി, കുട്ടിയെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ മാത്രമാണ് കുട്ടിക്ക് പരീക്ഷയിൽ
അല്ലെങ്കിൽ പഠനത്തിൽ കുട്ടിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അതായത് ഇപ്പൊ നമ്മുടെ ചാറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്ന് നമ്മൾ പറഞ്ഞു മറവി, ഉറക്കം, പിന്നെ പഠിക്കാനുള്ള മടി, പിന്നെ എഴുന്നേൽക്കുന്നില്ല, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, പഠിക്കുന്നത് മറന്നു പോകുന്നു, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, പഠിക്കാനായിട്ട് ഇരിക്കില്ല, എഴുന്നേറ്റ് അങ്ങനെ നടക്കുകയാണ് ചെയ്യുള്ളൂ, മറവിയാണുള്ളത്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അനുസരണക്കുറവും പഠിക്കലും നമ്മൾ ഇന്നലെ സാർ പറഞ്ഞതിലുള്ള അതിന്റെ ഒരു വേറൊരു അർത്ഥം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മള് നമ്മുടെ കുട്ടികൾക്ക് പഠനം എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിനെ ഒരു കില്ലിംഗ് അറ്റ്മോസ്ഫിയറിലേക്കാണ് കൊണ്ടുപോയിട്ട് കൊടുത്തിട്ടുള്ളത്. കില്ലിംഗ് അറ്റ്മോസ്ഫിയറിലേക്ക് പഠിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ എന്നാണ് നമ്മൾ പറയാ. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ ആ കുട്ടിയെ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് അവൻ ഒരിക്കലും, കുട്ടികളുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്, ഈ ഒരു പ്രായത്തിലുള്ള ഒരു സ്വഭാവം എന്ന് പറയുന്നത് അങ്ങനെയാണ്. നമ്മൾ ചെയ്യരുത് എന്ന് പറയുന്നതിനെ കൂടുതൽ ഇൻട്രസ്റ്റോട് കൂടിയിട്ട് ചെയ്യുന്ന രീതിയിലേക്ക് കുട്ടികൾ എത്തുന്ന ഒരു സമയം കൂടിയിട്ടാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കില്ലിംഗ് എന്നുള്ളിടത്ത് നിന്ന് ഈ പഠനം എന്ന് പറയുന്നതിനെ ത്രില്ലിങ്ങിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ പൊടിക്കൈകൾ നമ്മുടെ ഭാഗത്ത് ഉണ്ടാവണം എന്നുള്ളതാണ്. അതിന് ഏറ്റവും വേണ്ടത് ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. അതായത് ഏറ്റവും നല്ല രീതിയിൽ അവരെ ട്രീറ്റ് ചെയ്യാം, അവരെ കൃത്യമായിട്ട് പരിഗണിക്കാം. ഇപ്പൊ നമ്മൾ പഠിപ്പിച്ചിരുന്ന കുട്ടികളുണ്ടായിരുന്നു, അവര് പറയണത് 10ാം ക്ലാസ് ആണ്, പഠിച്ചിട്ടില്ലെങ്കിൽ, നേരത്തെ എണീറ്റിട്ടില്ലെങ്കിൽ, നേരം വൈകി വന്നാല് അങ്ങനെ മൊബൈൽ എടുത്താൽ അപ്പൊ ഉമ്മ ചൂടാവാൻ തുടങ്ങും, അപ്പൊ ഉമ്മ ഷൗട്ട് ചെയ്യാൻ തുടങ്ങും, അപ്പൊ എന്ത് ചെയ്യും, വാപ്പ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ തുടങ്ങും. അങ്ങനെ 10ാം ക്ലാസ് ആണ്, +2 ആണ്, ഇങ്ങനെ നടന്നാൽ മതിയോ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിലേക്ക് ഇവരിങ്ങനെ എടുത്തിട്ട് അവസാനം ഇവരെന്ത് ചെയ്യുന്നറിയോ, പഠനം തന്നെ വെറുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. അതുകൊണ്ടാണ് ടെൻഷൻ അടിച്ച് കുട്ടികൾ അവസാനത്തിൽ റിസൾട്ട് വരുന്നതിന്റെ തലേദിവസമോ റിസൾട്ട് വരുന്നതിന്റെ 1 മണിക്കൂറോ 2 മണിക്കൂറോ മുമ്പ് എന്തായി പോകുന്നത്, സൂയിസൈഡ് ചെയ്യുന്ന രീതിയിലേക്ക് കുട്ടികൾ എത്തുന്നത്, അതല്ലെങ്കിൽ മറ്റു കടുങ്കൈകൾ ചെയ്യുന്ന രീതിയിലേക്ക് അവരെത്തുന്നത്, ഒളിച്ചോടി പോകുന്നത്, മീൻസ് പേടിച്ചിട്ട് എന്ത് ചെയ്യും, നാട് വിട്ടു പോകുന്ന അവസ്ഥയിലേക്ക് കുട്ടികൾ എത്തുന്നത് ഈ രീതിയിൽ നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. ഏറ്റവും നല്ല രീതിയിൽ കുട്ടീനെ അടുത്ത് വിളിച്ചിരുത്തി, ഇനിയും നമുക്ക് സമയമുണ്ട്, നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നല്ല രീതിയിൽ കുട്ടീനോട് ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ട് ഇരുന്നിട്ട് നമുക്ക് ആദ്യം ചോദിക്കേണ്ട ഒരു ചോദ്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ, ഞാൻ ചോദിക്കുന്നത് എത്ര പേര് നമ്മുടെ കുട്ടികളുടെ ഇതുവരെ ഏകദേശം എല്ലാ ക്ലാസ്സുകളിലും ഒരു ജനുവരി ആകുമ്പോഴേക്കും എന്തായിട്ടും, പ്രത്യേകിച്ച് 10th +2 ലെവലുള്ള എല്ലാ സിലബസുകളും തീർന്ന് അവര് എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 9ാം ക്ലാസ് ആണെങ്കിലും ഒക്കെ ഏകദേശം അങ്ങനെയാണ്. അപ്പൊ ചോദ്യം ഇതാണ്, എത്ര പേര് ഇതുവരെ നമ്മുടെ കുട്ടിയുടെ കയ്യിൽ അവന് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ നോട്ടുകളും കൃത്യമായിട്ട് അവന്റെ കയ്യിൽ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തിയവർ എത്ര പേരുണ്ട്? ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് യെസ് വൈ ഇട്ടാ മതി, വൈ ഒന്ന് ടൈപ്പ് ചെയ്തിട്ടാ, അങ്ങനെ ചെയ്തിട്ടുണ്ട് എങ്കിൽ. ഓക്കെ, ഗ്രേറ്റ്. ആദ്യം വേണ്ടത് ഈ ഒരു കാര്യമാണ്, ഈ ഒരു പ്രക്രിയ അവിടെ നടക്കണം കൃത്യമായിട്ട്. അത് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് കുട്ടികളെ പഠനത്തിൽ സഹായിക്കാൻ പറ്റും. രണ്ടാമത്തത്, അവരോട് ചോദിക്കാൻ കഴിയണം. ഇപ്പോൾ മോൻ അല്ലെങ്കിൽ മോള് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ട് എന്താണ്, ഏത് രീതിയിലുള്ള സ്ട്രഗിൾ ആണ് ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഏത് ചാപ്റ്ററിലാണ്, ഏത് സബ്ജക്റ്റിലാണ്, അതല്ലെങ്കിൽ ഏത് പോർഷൻ ആണ് ഇപ്പോ ഏറ്റവും കൂടുതൽ സ്ട്രഗിളിംഗ് ആയിട്ട്, കോംപ്ലക്സ് ആയിട്ട് തോന്നുന്നത്, വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നത് ഏത് സബ്ജക്റ്റ് ആണ്, ഏത് ഭാഗമാണെന്ന് അവരോട് ചോദിച്ചറിയാൻ നമ്മൾ ശ്രമിക്കണം. പക്ഷെ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുട്ടികളെ എന്തെങ്കിലും ചോദിച്ച് ഇങ്ങനെ ഇതാണെന്ന് പറഞ്ഞാൽ അപ്പൊ എന്ത് ചെയ്യും, ട്യൂഷന് കൊണ്ടുപോയി ചേർക്കും. ട്യൂഷൻ വേണ്ട എന്നല്ല പറയണത്, ട്യൂഷൻ വേണം, ആവശ്യത്തിന് താല്പര്യമുള്ളവർക്ക് അതൊക്കെ ചെയ്യാൻ പ്രശ്നമില്ല. പക്ഷേ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ടീമിന്റെ ഒരു ലേണിംഗ് ടെക്നിക്സ് എന്ന് പറയുന്ന അതിന്റെ ഒരുപാട് ക്യാമ്പയിനിലൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, സ്കൂളുകളിലും ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുട്ടികളെ പഠിക്കാനായിട്ട് നമ്മൾ പഠിപ്പിക്കണം. എങ്ങനെയാണ് ലേൺ ടു ലേൺ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. എങ്ങനെ പഠിക്കണം എന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം.
അത് പക്ഷെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക എപ്പോഴാണെന്നറിയോ? ഈ പറഞ്ഞ പോലെ അവസാന സമയത്ത് എല്ലാം കുന്നുപോലെ കൂടിക്കിടന്ന് എന്നിട്ടാണ് നമ്മൾ തുടങ്ങുക ഇനി എങ്ങനെ പഠിക്കണം എന്നുള്ളതിനെ കുറിച്ച്. അവിടെ നമുക്ക് വരുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു വലിയൊരു ബുദ്ധിമുട്ടായി, ഒരു എടുത്താൽ പൊങ്ങാത്ത ഒരു ഭാരമായിട്ട് കുട്ടികൾക്ക് മാറുകയും അതിനെ ഓവർകം ചെയ്യാൻ പറ്റുകയില്ല. കിട്ടിയത് മതി, ഇങ്ങനൊക്കെ നടന്നാൽ മതി എന്നുള്ള രീതിയിലേക്ക് കുട്ടികൾ എത്തും. ജയിച്ചാ ജയിച്ച് പോയാ പോയി. ആ രീതിയിലേക്ക് കുട്ടികൾ എത്തുന്ന അവസ്ഥ ഈ സമയത്ത് ഉണ്ടായിരിക്കും. അപ്പൊ അതിന് വേണ്ട എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരോട് കൃത്യമായിട്ട് നമ്മൾ ചോദിച്ചറിയണം ഏത് രീതിയിൽ എവിടെയാണ് ബുദ്ധിമുട്ട് വരുന്നത്. അപ്പൊ നമ്മളിപ്പോ ഈ പറഞ്ഞ മറവി, ഉറക്കക്കുറവ് അതൊക്കെ ഉണ്ടായിരിക്കും. അതോടൊപ്പം നമ്മൾ നമ്മുടെ കുട്ടികളോട് ഏറ്റവും നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. ഇന്നലെ സാർ പറഞ്ഞല്ലോ ഫീൽ ഗുഡ് കമ്മ്യൂണിക്കേഷൻ, നോട്ട് ഫീൽ ഗുഡ് കമ്മ്യൂണിക്കേഷനെ കുറിച്ചിട്ട് സാർ പറഞ്ഞു. ഏതെങ്കിലും ഭാഗം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാം? അല്ലെങ്കിൽ നിനക്കൊക്കെ എന്ത് കിട്ടാനാ, ഫുൾ ടൈം മൊബൈലല്ലേ, ആ നേരം അതെന്തെങ്കിലും എടുത്ത് നോക്കിയിരുന്നെങ്കിലോ? അങ്ങനെയാണ് നമ്മൾ പറയാം. അപ്പൊ എന്താ ഉണ്ടാവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്തൊരു തവണ എന്തെങ്കിലും പ്രോബ്ലം വരുന്ന സമയത്ത്, ഒരു പ്രശ്നം വരുന്ന സമയത്ത് കുട്ടി നമ്മളോട് പറയില്ല, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവൻ പറയില്ല, അവൻ വേറെ എന്തെങ്കിലും പോംവഴി കണ്ടെത്തും. അതുകൊണ്ടാണ് പലപ്പോഴും പലതരത്തിലുള്ള ബിറ്റ് എഴുതുക അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കുട്ടികൾ എത്തുന്നത്, അല്ലെങ്കിൽ എക്സാമിന് മുടങ്ങുന്നത്, അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് കുട്ടികൾ എത്തുന്നത് ഈ ഒരു പേടി അവരുടെ ഉള്ളിൽ കയറുമ്പോഴാണ്. അപ്പൊ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇന്ന് ഇവിടം വരെ എത്തി, ഇന്ന് എന്തായി, അങ്ങനെ ആ രീതിയിൽ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ചെയ്യാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഇപ്പോ മോഡൽ എക്സാമിന്റെ മാർക്ക് വരും, പ്രീ മോഡലിന്റെ മാർക്ക് വരും. ഇതൊക്കെ വന്നു കഴിഞ്ഞാല് രക്ഷിതാവിനെ സ്കൂളിലേക്ക് വിളിക്കും. ടീച്ചർ പറയും ഇവനെ സ്കൂളിനെ നാളെ കെടുത്തിട്ട് അടങ്ങുള്ളൂ എന്ന് പറയും. ഉറപ്പല്ലേ? ഇവിടെ ഇനിയിപ്പോ എന്താ ഞങ്ങൾ ചെയ്യാ? വേറെ നിവർത്തില്ല, സ്കൂളിന്റെ ഫുൾ A+ അല്ലെങ്കിൽ എന്താ പറയാ വിജയ ശതമാനം പോയി, അങ്ങനെ പറയുള്ളൂ. അപ്പൊ എന്ത് ചെയ്യും? നമ്മളെ വക നമ്മൾ ഷൗട്ട് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഷൗട്ട് ചെയ്ത് എത്തുന്ന സമയത്ത് ഈ കുട്ടിക്ക് വിചാരിക്കാം എല്ലാരും നമ്മൾ ജയിക്കില്ല എന്നുള്ള കരുതി, പിന്നെ എന്തിനാ ഞാനായിട്ട് ഇനി കഷ്ടപ്പെടുന്നത്? ആ രീതിയിലേക്ക് കുട്ടി എത്തും. അപ്പൊ നമ്മൾ ചെയ്ത് ശീലിപ്പിക്കേണ്ട കുറച്ച് കാര്യങ്ങളിലേക്ക് നമ്മൾ എത്തണം. ഏറ്റവും നല്ല രീതിയിൽ പറയാലോ, ഇപ്പൊ മോഡല് നമ്മള് അവരുടെ റിസൾട്ട് വന്നാൽ കുട്ടീനോട് പറയാം, നീ അത്യാവശ്യമൊക്കെ നല്ലപോലെ ട്രൈ ചെയ്തിട്ടുണ്ടല്ലോ, പക്ഷെ നീ ഉദ്ദേശിച്ച രീതിയിലുള്ള റിസൾട്ട് വന്നിട്ടില്ല. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത തവണ ഇതിനേക്കാൾ ഉഷാറാക്കണം. പ്രീ മോഡലിൽ നമുക്ക് എന്ത് ചെയ്യണം? അല്ലെങ്കിൽ പ്രീ മോഡല് അതിൽ നമുക്ക് എന്ത് ചെയ്യണം? ഒന്നുകൂടി ഉഷാറാക്കണം എന്ന് പറഞ്ഞ് അവരെ എൻകറേജ് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ എത്തണം എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. അതല്ലാതെ തിണ്ടിത്തിരിഞ്ഞ് നടന്നോ, ആവശ്യമില്ലാതെ ഫുൾ ടൈം വൈകുന്നേരമായി അവർക്ക് കളി, വന്നു കഴിഞ്ഞാൽ ഫുള്ള് ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്, ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ശകാരിക്കും. അല്ലെങ്കിൽ ഉറക്കം, ഇതല്ലാതെ വേറെ എന്ത് പണിയാണ് നിനക്കുള്ളത്? അങ്ങനെ പറഞ്ഞ് നമ്മൾ ശകാരിക്കുന്ന സമയത്ത് എന്താ ഉണ്ടാവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടി പഠിക്കുന്നതിൽ നിന്ന് വീണ്ടും വീണ്ടും ബാക്കിലേക്ക് പോവുകയാണ് ചെയ്യുക. അതായത് ഇത് ഇങ്ങനെയൊരു ക്ലാസ്, ഈ പരീക്ഷാ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സിൽ പറയേണ്ട കാര്യങ്ങളെല്ലാം മറിച്ച് അതിനു മുമ്പേ നടത്തേണ്ട, എന്ന് പറഞ്ഞാൽ ഒരു അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നടത്തേണ്ടുന്ന ഒരു ക്യാമ്പയിനിലാണ് നമ്മൾ കൃത്യമായിട്ട് പറയേണ്ടത് എങ്ങനെയാണ് കുട്ടിയെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഹെൽപ്പ് ചെയ്യേണ്ടത് എന്നാണ്. പക്ഷെ ഈ ഒരു അവസാന സമയത്തിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ എന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റണം എന്നുള്ളതാണ്. നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. അതോടൊപ്പം നമുക്ക് എല്ലാവർക്കും ഒരു പരാതി നമ്മുടെ മുൻപിൽ നിൽക്കുന്നുണ്ട്. എന്നിട്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്, നമ്മളിൽ എത്ര പേർക്ക് നമ്മുടെ കുട്ടികൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ അവരെ നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? ഓരോ ദിവസത്തിന് ഒരു റുട്ടീൻ ക്രിയേറ്റ് ചെയ്യാൻ, ഒരു റുട്ടീൻ ഡെവലപ്പ് ചെയ്യാൻ നമ്മളിൽ എത്ര പേര് അവരെ സഹായിച്ചിട്ടുണ്ട്? ചോദ്യം മനസ്സിലായിട്ടാവും വിചാരിക്കുന്നു. നമ്മളിൽ എത്ര പേർ നമ്മുടെ കുട്ടിക്ക് കൃത്യമായിട്ട് ഒരു റൂട്ടീൻ ഉണ്ടാവണം, അതിന് ഞാൻ അവനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ അവളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ പറ്റുന്ന എത്ര പേരുണ്ട്? ഒന്ന് ഹാൻഡ് ഒന്ന് പൊക്കുകയോ? ഓക്കെ, ഗ്രേറ്റ്. ഓക്കെ, ഇത്ര. അതായത് ഞാൻ പറഞ്ഞു വരുന്ന ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് എന്താണെന്ന് അറിയോ? നമ്മുടെ കുട്ടി നന്നാവണം എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. നല്ല രസകരമായിട്ടുള്ള ചോദ്യം പറഞ്ഞിട്ടുണ്ട്, അതിന് മക്കളെ കിട്ടണ്ടേ എന്നുള്ളത്.
സംഭവമാണ്, ശരിയാണ്, കറക്റ്റാണ്, പറഞ്ഞത് കറക്റ്റാണ്. മക്കളെ കിട്ടണ്ടേ, എന്തൊക്കെ ചെയ്യാം, അവരൊന്ന് ഇരുന്ന് തരണ്ടേ, അതാണ് നമ്മൾ പറയുന്നത്. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിലേ, നമ്മുടെ മക്കളെ ഇരുത്താൻ പറ്റുന്ന, നമ്മുടെ മക്കളെ നമ്മുടെ വീട്ടിലേക്ക് ആകർഷിക്കുന്ന എന്ത് വസ്തുവാണ് നമ്മുടെ കയ്യിൽ, അല്ലെങ്കിൽ എന്റെ കയ്യിൽ, രക്ഷിതാവ് എന്നുള്ള പറയൽ എന്റെ കയ്യിൽ എന്റെ വീട്ടിലുള്ളത്? മക്കളെ പിടിച്ചിരുത്താൻ പറ്റുന്ന, മക്കളെ ആകർഷിപ്പിക്കാൻ പറ്റുന്ന എന്ത് ക്വാളിറ്റിയാണ്, അല്ലെങ്കിൽ എന്ത് പ്ലസ് ആണ് എന്റെ കയ്യിൽ എന്റെ വീട്ടിൽ ഉള്ളത്? ഫോണ്. നല്ലൊരു ആൻസറാണ്. ഓക്കെ, ഫോണാണ്, മൊബൈൽ തന്നെയാണ്. വേറെ ഒന്നുമില്ലല്ലോ, വേറെ ഒന്നുമില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, മൊബൈല് ഒഴിവാക്കേണ്ടതല്ല, മൊബൈല് ആവശ്യത്തിന് അവർ ഉപയോഗിക്കേണ്ടതാണ്. ഒരാൾ സ്നേഹം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതാണ് ഞാൻ പറയുന്നത്, ഈ സ്നേഹമുള്ള വാക്കുകൾ നമ്മുടെ ഭാഗത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ അവർക്ക് ഇരിക്കാൻ ഒരു മടി ഉണ്ടാവില്ല, അതാണ് ഞാൻ പറയണത്. നമ്മൾ ഇതൊക്കെ ചിന്തിക്കുന്നത് കുട്ടി വലുതായതിനു ശേഷമാണ്. നമ്മൾ പാരന്റ് ആവുന്നത് വലുതായിട്ടാണ്. ഒരു കുട്ടി 1-ാം ക്ലാസ് മുതൽ പഠനം തുടങ്ങി കഴിഞ്ഞ് അവനെ എന്ത് ചെയ്യും, നമ്മളിങ്ങനെ കൊണ്ടുവന്ന് ഒരു 7-ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് കുട്ടി ഒന്ന് നല്ല ബോധത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പാരന്റ് ആവും. എന്ന് പറഞ്ഞാൽ വടിയെടുക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ ചൂടാവാൻ തുടങ്ങും. എപ്പോ അവനെ ഏകദേശം അവന്റെ കാര്യങ്ങളൊക്കെ കണ്ടെത്തി അവനെ തന്നെ തീരുമാനിക്കാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ പിന്നെ അവനെ ഇൻസ്ട്രക്ട് ചെയ്യാൻ തുടങ്ങും. അതിനു മുമ്പുള്ള സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവന്റെ കൂടെ കളിച്ച് ചിരിച്ച് അവൻ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, അവൻ അങ്ങനെ നടക്കട്ടെ, ഇനിയുണ്ടല്ലോ സമയം, അങ്ങനെ പറഞ്ഞിട്ട് നമ്മളും നെഗ്ലക്ട് ചെയ്ത് പോകുന്ന ഒരു അവസ്ഥ. സത്യത്തിലേ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, നമ്മുടെ ചെറുപ്പകാലത്ത് കുട്ടികളുടെ ചെറുപ്പകാലത്ത് അവരുടെ പാരന്റ് എന്ന് പറയുന്നത് അവരുടെ അമ്മയാണെന്നുണ്ടെങ്കിലും അച്ഛനാണെന്നുണ്ടെങ്കിലും അവരുടെ സൂപ്പർ എന്താ പറയാ ഒരു മാൻ എന്നുള്ള ഒരു അർത്ഥത്തിലാണ് അവർ കാണുക. സൂപ്പർമാൻ എന്നുള്ള അർത്ഥത്തിൽ. ആ സൂപ്പർമാൻ എന്നുള്ള സാധനം മാറി ഒരു ഹീറോയായി ഒരു പരിവേഷം കിട്ടും. അമ്മയും അച്ഛനും ഹീറോ ആയിട്ട് മാറുന്ന ഒരു പരിവേഷം. അവരെന്താണോ ചെയ്യുന്നത് അത് മാത്രം ചെയ്ത് നടക്കുന്ന, അവരുടെ നടത്തത്തെ അനുകരിക്കുന്ന, അവരുടെ സംസാരത്തെ അനുകരിക്കുന്ന, അവരുടെ നോട്ടത്തെ, അതുപോലെ തന്നെ അവരുടെ എല്ലാ തരത്തിലുള്ള എക്സ്പ്രഷൻസിനെയും അനുകരിക്കുന്ന രീതിയിലേക്ക് കുട്ടി വളരും. അങ്ങനെ കുട്ടി വന്നു കഴിഞ്ഞ് അതിനുശേഷം ഉണ്ടാവുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അവരോട് കളിച്ചിരിച്ചടക്കണം, നടക്കണ്ട എന്നല്ല പറയണത്. പക്ഷെ അവിടെ ഗൈഡ് ചെയ്യേണ്ടടുത്ത് നമ്മൾ ഗൈഡ് ചെയ്യണം. ഞാൻ പറഞ്ഞില്ലേ, ഒരേ സമയം 3 റോളിൽ അഭിനയിച്ചു കൊണ്ടിരിക്കേണ്ട മഹാനടന്മാരാണ് രക്ഷിതാവ് എന്ന് പറയുന്നത്. ഒരേ സമയം അവരുടെ വേഷത്തില് പകർച്ചകൾ ഉണ്ടാക്കേണ്ട, പകർന്നാടേണ്ട 3 വേഷങ്ങൾ കൃത്യമായിട്ട് കൊണ്ടു നടക്കേണ്ടവരാണ് രക്ഷിതാക്കൾ എന്ന് പറയുന്നത്. അതിന് മെന്റർ ആവണം, ഫ്രണ്ട് ആവണം, ഡിസിപ്ലിനേറിയൻ ആവണം. ഈ 3 റോളിനെയും കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് വളർത്തിയെടുക്കാൻ, ആ ഒരു വേഷത്തിലേക്ക് പകർന്നാടുവാൻ നമുക്ക് കഴിയണം. എങ്കിൽ മാത്രമാണ് നമ്മൾ ഈ പറഞ്ഞ രീതിയിലേക്ക് നടക്കുള്ളൂ. ചോദ്യത്തിലേക്കാണ് ഞാൻ വീണ്ടും വരുന്നത്. നമ്മളെ വീട്ടില് നമ്മുടെ കുട്ടിക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള, സത്യം പറഞ്ഞാൽ മൊബൈൽ അല്ലാതെ ഒന്നുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പൊ ചില ആളുകള് സ്നേഹമുള്ള വാക്കുകളുണ്ട്, സ്നേഹമുണ്ട് എന്നുള്ളതൊക്കെ പറഞ്ഞു. പക്ഷെ അത് പറഞ്ഞ ആളുകൾ നമുക്ക് വിരലിൽ ഉണ്ടാവുന്നതാണെങ്കിൽ അതിനപ്പുറത്ത് മൊബൈല് എന്ന് പറഞ്ഞ ആളുകളാണ് കൂടുതലും. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, കുട്ടി മൊബൈലിലേക്ക് എത്തുന്നത്, ഇപ്പൊ എന്റെ വീട്ടില് മകൻ അവൻ മൊബൈല് കാണുന്നത് എപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ വീട്ടിൽ പോയിട്ട് മൊബൈൽ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യും, വൈഫിന്റെ മൊബൈൽ എടുത്തിട്ട് അവനും കാണും. ഇനി അതല്ല, ഞാൻ മൊബൈലൊക്കെ എടുത്ത് വെച്ചിട്ട് ഇരിക്കുകയാണ്, അവന്റെ ഒപ്പം സംസാരിക്കാനിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവനും എൻ്റെ ഒപ്പം സംസാരിക്കാനിരിക്കും. ഞാൻ എന്താ ചെയ്യുന്നത് എന്ന് നോക്കിയിരിക്കും, അതുപോലെ ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ ഞാൻ എവിടെ പോകുന്നുണ്ടോ എൻ്റെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് അവൻ എത്തും. എന്തെങ്കിലും എടുക്കാൻ പോവുകയാണെങ്കിൽ അത് വാപ്പി ഞാൻ എടുത്തോണ്ട് തരാം, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പോവുകയാണെങ്കിൽ അത് ഞാൻ കൂടെ വരാം എന്ന് പറയുന്ന രീതിയിലേക്ക് കുട്ടി മാറും. പക്ഷേ നമ്മുടെ കയ്യിൽ നിന്ന് ഈ സാധനത്തിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റിയിട്ടില്ല. എന്നിട്ടോ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ മക്കൾ ഇതിൽ നിന്ന് മാറി നിൽക്കുകയും വേണം.
ഉമ്മമാരെ കാര്യമല്ല കേട്ടോ ഞാൻ പറയണത്. നമ്മുടെ വീട്ടിൽ അവര് കൂടുതലും അനുകരിക്കുന്നത് എന്താ പറയാ വാപ്പ ഫാദേഴ്സിനെ ആയിരിക്കും. ഇനി ഉമ്മാരെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതിൽ നിന്ന് മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിലാണ് നമുക്ക് നമ്മുടെ കുട്ടീനെ ഇരിക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോ പറഞ്ഞു കുട്ടി ഇരുന്ന് കിട്ടണില്ല, ഫസ്റ്റത്തെ ദിവസവും രണ്ടാമത്തെ ദിവസവും മൂന്നാമത്തെ ദിവസവും ഒരാഴ്ചയും ചിലപ്പോൾ കുട്ടി തീരെ ഇരിക്കൂല. പക്ഷെ ആ ഇരുത്തുന്ന രീതി നമ്മൾ സ്വായത്തമാക്കണം. വീണ്ടും പറയണം. കാരണം അത് ഒറ്റൊരു ദിവസം വാടാ ഇവിടെ ഇരിക്കി എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നതല്ല. കാരണം അവൻ ഇതുവരെ ചെയ്തു പോകുന്ന ഒരു രീതിയിൽ നിന്ന് അവനക്കൊരു മാറ്റം വരുമ്പോ അവനത് അക്സെപ്റ്റ് ചെയ്യില്ല. നമ്മൾ തന്നെ അക്സെപ്റ്റ് ചെയ്യോ? ഇല്ലല്ലോ. പിന്നെ എങ്ങനെ നമ്മൾ കുട്ടീനോട് അക്സെപ്റ്റ് ചെയ്യാൻ പറയാം? നടക്കില്ല. അപ്പൊ പതുക്കെ ആ രീതിയിലേക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി അധികം സമയമല്ല, ഒരു 1 വീക്കിനുള്ളിലെങ്കിലും എന്ത് ചെയ്യണം, നമുക്കത് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റണം. നമുക്കത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിനെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റണം. ഒരു നല്ലൊരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റിക്കഴിഞ്ഞാൽ അത് തന്നെയാണ് ആ കുട്ടിയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുട്ടിയെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിസോഴ്സസുകളെ നല്ല രീതിയിൽ കളക്ട് ചെയ്യുവാൻ അവരെ നമ്മളെ ഹെൽപ്പ് ചെയ്യണം. അതിനവരെ നമ്മൾ സഹായിച്ചുകൊണ്ടിരിക്കണം. റിവിഷൻ മെത്തേഡ്സിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം, ഇങ്ങനെ ചെയ്തോളൂ, ഇങ്ങനെ ചെയ്തു നോക്ക്. ആ രീതിയിൽ നമുക്ക് കൂടി അവരുടെ പഠനത്തിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റണം. പിന്നെ പഠിക്കാനുള്ള സമയം, സ്ഥലം കുട്ടികൾക്ക് കൊടുക്കുന്നത് എവിടെ ഇരുന്നിട്ട് നമ്മുടെ കുട്ടികൾ പഠിക്കല്? ഒന്നുകിൽ ഹാളിൽ ഇരുന്നിട്ട്, അല്ലെങ്കിൽ അവരുടെ പഠന റൂമിൽ ഇരുന്നിട്ട്, അതും അല്ലെങ്കിൽ എന്താണ് അവരുടെ റൂമിൽ ഇരുന്നിട്ട്, അല്ലെങ്കിൽ സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട്, അല്ലെങ്കിൽ ടെറസിന്റെ മുകളിൽ ഇരുന്നിട്ട്. ഈ ഒരു രീതിയിലാണ് സത്യം പറഞ്ഞ കുട്ടികൾ ഇരുന്ന് പഠിക്കുന്നത്. ഏറ്റവും നല്ല അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യലാണ് ആദ്യം വേണ്ടത്. എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കൂടി ഇന്ന് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നാളെയാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. നാളെ ഞായറാഴ്ചയാണ്, എല്ലാവരും വീട്ടിലുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടി ഒരുമിച്ചിരിക്കുക. 10ാം ക്ലാസ്സിലാണ് അല്ലെങ്കിൽ 12ാം ക്ലാസ്സിലാണ് എൻ്റെ മകൻ എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പറയാം അവന് 10ാം ക്ലാസ് ആയിട്ടുണ്ട്, അവന് +2ലാണ് പഠിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? ഇനി അവന് പഠിക്കാനൊരു സ്ഥലം വേണം. അപ്പൊ പറയും ഈ ഒരു ചെറിയ വീട്ടില് എല്ലാവരുടെയും സാഹചര്യങ്ങൾ ഒരേപോലെ ആവണമെന്നില്ല, പലരുടെയും പല സാഹചര്യങ്ങളിലാണ് നമ്മൾ ഉള്ളത്. അപ്പോ എന്നിരുന്നാൽ പോലും അവനെ ശല്യപ്പെടുത്താത്ത അല്ലെങ്കിൽ അവളെ ശല്യപ്പെടുത്താത്ത ഒരു സ്പേസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റണം. ആ സ്പേസ് ഒരു തരത്തിലും ഡിസ്ട്രാക്ഷൻസ് ഇല്ലാത്ത എന്ന് പറഞ്ഞാൽ സാധാരണ കുട്ടികൾക്ക് ഉണ്ടാവണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവര് പഠിക്കാതിരിക്കണ സമയത്തായിരിക്കും എന്ത് ചെയ്യണത്, വാട്സപ്പിൽ മെസ്സേജ് തരാം. ആ ഒരു സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ അവിടുന്ന് എണീച്ചു പോകും. അല്ലെങ്കിൽ പഠിക്കാതിരിക്കുന്ന സമയത്തായിരിക്കും നമ്മൾ പോയിട്ട് എന്ത് ചെയ്യാം, മിക്സി ഓണാക്കും, ഓണാക്കും. അപ്പൊ എന്ത് ചെയ്യും, അതിന്റെ സൗണ്ട് ആയി. അല്ലെങ്കിൽ അപ്പോഴായിരിക്കും അനിയനോ അനിയത്തിയോ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊച്ചു ടി വി വെക്കണത്. എന്താണ് പറയാ, ഡോറ എന്ന് പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ എന്ത് ചെയ്യും, അവിടെ വരും. അപ്പൊ ഇവനിങ്ങനെ മൈൻഡ് ഡിസ്ട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും വാപ്പയും ഉമ്മയും കൂടി തല്ലുകൂടുന്നത്. അല്ലെങ്കിൽ ആ സമയത്തായിരിക്കും അപ്പുറത്തുനിന്നുള്ള എന്താ താത്ത വിളിക്കുന്നത്, ഐശോ എന്തായിരുന്നു ഉണ്ടാക്കി എന്ന് ചോദിക്കണത് അപ്പുറത്തേക്ക്. അപ്പൊ ഈ രീതിയിൽ പലതരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസ്, ഇവരൊന്നും ഇങ്ങനെ ഇരിക്കാൻ സമയത്ത് അല്ലെങ്കിൽ ഇവളൊന്ന് പഠിക്കാതിരിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിനെ ഏറ്റവും നല്ല രീതിയിൽ എന്ത് ചെയ്യണം, അവരെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റണം. ഒരു തരത്തിലും ഡിസ്ട്രാക്ഷൻസ് ഇല്ലാത്ത രീതിയിൽ ഇരിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒന്ന്. അതോടൊപ്പം മക്കൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. ഇപ്പൊ എല്ലാവരും ഉണ്ടാക്കി കൊടുക്കുന്നില്ല എന്നല്ല പറയുന്നത്. സാധാരണ പരീക്ഷ ആയിക്കഴിഞ്ഞാൽ കുട്ടികൾ സാധാരണ ഉണ്ടാവേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കാര്യങ്ങളിലേക്കൊക്കെ കടന്നു കഴിഞ്ഞാൽ ഭക്ഷണം നന്നായിട്ട് സ്കിപ്പ് ചെയ്യുമല്ലോ. ഭക്ഷണം സ്കിപ്പ് ചെയ്യുന്ന രീതിയിലേക്ക് അവർ എത്തിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രെയിനിനെ അത് ബാധിക്കും. ഒന്ന്, നമ്മുടെ കുട്ടികൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് തലവേദന എടുക്കാറുണ്ടോ? നമ്മുടെ കുട്ടികൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് അവർക്ക് തലവേദന എടുക്കാറുണ്ടോ? ഉണ്ട്. യെസ്. ഇനി 2, നമ്മുടെ കുട്ടികൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് അവർക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഉറക്കം വരാറുണ്ട്. എല്ലാവർക്കും അല്ലാതെ ഉണ്ടാവണമെന്നില്ല, ഉറക്കം വരാറുണ്ട്. 3, നമ്മുടെ കുട്ടികൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് അവർക്ക് തലയുടെ ബാക്ക് സൈഡ് ഈ ഒരു ഭാഗത്ത് അവർക്ക് വേദന എടുക്കാറുണ്ട്. ഓക്കെ. ഇനി നമ്മുടെ കുട്ടികൾ പഠിക്കാനിരിക്കുന്ന സമയത്ത്
നമ്മുടെ കുട്ടികൾക്ക് ഈ പുറം ഭാഗം, ഇവിടെ പുറം ഭാഗത്ത് കുറച്ചിങ്ങനെ താഴ്ത്തിക്കായിട്ട് അവർക്കൊരു വേദന ഇങ്ങനെ വരും, ഇരിക്കാൻ പറ്റില്ല, പിന്നെ കെടുക്കാൻ തോന്നും, അങ്ങനെ ഒരു ഫീലിലേക്ക് അവർ എത്താറുണ്ട്, സാധാരണ കണ്ടുവരുന്നതാണ്. പിന്നെ പഠിക്കാൻ ഇരുന്ന് കഴിഞ്ഞാലോ വയറുവേദന തുടങ്ങാറുണ്ട്. പഠിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തണ്ടൽ വേദന, ഈ നടുവേദനയുടെ ഒപ്പം തന്നെ ഈ പുറം വേദനയുടെ ഒപ്പം തന്നെ ഉണ്ടാവുന്നതാണ് തണ്ടൽ വേദന, സാധാരണ ചില കുട്ടികളിലൊക്കെ കണ്ടുവരാറുണ്ട്. ഇനി ഇതൊന്നും അല്ലെങ്കിൽ എത്ര വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് ഇരുന്നാലും പഠിക്കാൻ വേണ്ടി ഇരുന്ന് 2 പേജ് കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യും, വിശപ്പ് തുടങ്ങും. ഇത് എവിടുന്നാന്നറിയില്ല ഒരു വിശപ്പ് വരുന്നത്, അത് തുടങ്ങും. ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാല് കുട്ടി പഠിക്കാനിരിക്കുന്ന സമയത്ത് അവർക്കുണ്ടാവുന്ന കുറേ പ്രശ്നങ്ങൾ. കണ്ണ് എന്ത് ചെയ്യും, പെട്ടെന്ന് ഇങ്ങനെ വേദന എടുത്തു തുടങ്ങും. അതുപോലെ തന്നെ തല മൊത്തം വേദന എടുക്കും, അങ്ങനത്തെ രീതിയിലേക്കൊക്കെ വരും. പലതരത്തിലുള്ള, പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ അറിയാതെ ഇങ്ങനെ ഉറങ്ങേണ്ടി പോകും. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ഭക്ഷണത്തിന്റെ പ്രശ്നം അവർക്ക് നന്നായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വെള്ളം കുടിക്കുന്നത് അവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറവാണ്. അതും നമ്മൾ നമ്മുടെ കുട്ടികളെ, പരീക്ഷയായിട്ടല്ല, മൊത്തത്തിൽ നമ്മുടെ കുട്ടികളെ നമ്മൾ ശീലിപ്പിക്കേണ്ട ഒന്നാണ് വെള്ളം കുടിക്കുക എന്ന് പറയുന്നത്. അതിന് നമ്മുടെ കുട്ടികൾ വളരെ പിന്നോട്ടാണ്. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിയെ നന്നായിട്ട് ബാധിക്കും. കുട്ടിയെ നന്നായിട്ട് ബാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ പഠനത്തിൽ ബാധിക്കുന്നതോടൊപ്പം തന്നെ ഫിസിക്കലി അത് ബാധിക്കും. അതോടൊപ്പം തന്നെ ബാധിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ മെമ്മറി പവറിനെ അടക്കം അതെന്ത് ചെയ്യും, ബാധിക്കും എന്നുള്ളതാണ്. അങ്ങനെ അത് ബാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിൽ നിന്ന് ഒരു മോചനം കിട്ടാൻ കുറേ ടൈം എടുക്കും. അപ്പൊ അതിനെന്ത് ചെയ്യണം, നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യണം. നല്ല ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഹെൽപ്പ് ചെയ്യണം എന്നുള്ളത് നമ്മൾ വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതോടൊപ്പം നമ്മൾ ഒരു കുട്ടി പഠിക്കാനിരിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട, പഠനത്തിൽ അവരെ അല്ലെങ്കിൽ സ്റ്റഡിയിൽ അവരെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ എന്ത് ചെയ്യണം, അവരുടെ ഓരോ കാര്യങ്ങളെയും അവരുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന, ഇന്നലെ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ആക്ഷൻ ടീമിനെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ സാറ്, ഇന്നലത്തെ സെഷനിൽ. ഈ ആക്ഷൻ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാല് അവരുടെ എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്ന എന്ന് പറഞ്ഞതിന്റെ ഒപ്പം തന്നെ ഇങ്ങനെയുള്ള അവരുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന, ചിലപ്പോൾ നമ്മുടെ സാധാരണ ഉണ്ടാവാറുള്ളത് കേട്ടോ, ചില വീടുകളൊക്കെ ഉണ്ടാവാറുള്ളത് ഈ ഡൗട്ട് ക്ലിയർ ആയ ആൾക്കാർ ഒന്നുകിൽ ഉമ്മാടെ അനിയത്തിയായിരിക്കും, അതല്ലെങ്കിൽ വാപ്പാടെ അനിയനായിരിക്കും, അതും അല്ലെങ്കിൽ തൊട്ടടുത്ത വീട്ടിലുള്ള എന്താണ് പറയാ ആരെങ്കിലും ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ ഉണ്ടാവുക. നമുക്കറിയുന്നതാണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, നമ്മളെല്ലാവരും നമ്മുടെ കുട്ടികളെ അവരെ പഠിപ്പിക്കാനിരുത്തലും അവരെ പഠിപ്പിക്കലും എപ്പോഴാ, ചെറിയ ക്ലാസ്സിലാണ്. വലിയ ക്ലാസ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, നമ്മൾ അവരെ പിടിച്ചിട്ട് ട്യൂഷൻ ആയിട്ട് കൊടുക്കും. പക്ഷെ നമ്മളത് ശീലിക്കേണ്ടതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണല്ലോ. 1-2 വട്ടം നമ്മളും റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന, നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഏകദേശം ഭൂരിഭാഗവും സ്കൂളിലുള്ളത്. അപ്പൊ പഠിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമ്മൾ അവരൊപ്പം ഇരിക്കണം. അതിനെന്താ അവസ്ഥ എന്നറിയോ, നമുക്ക് ഇപ്പൊ 10 മിനിറ്റിൽ കൂടുതൽ ഇരിക്കാൻ കുട്ടികൾക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞു. നമുക്ക് എത്ര നേരം ഇരിക്കാൻ പറ്റും മൊബൈൽ ഇല്ലെങ്കിൽ? നമുക്ക് മൊബൈൽ നമ്മുടെ കയ്യിലില്ല. മൊബൈൽ നമ്മുടെ കയ്യിലില്ലാതെ എത്ര നേരം നമുക്ക് ഇരിക്കാൻ പറ്റും? ഒന്നുകിൽ നമുക്ക് അപ്പുറത്ത് വർത്താനം പറയാൻ ആൾ വേണം, അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇരുന്നിരുന്ന് സോഫയിലാണെങ്കിൽ അങ്ങനെ കിടന്നുറങ്ങും, അല്ലെങ്കിൽ നമ്മൾ TV കാണും, അതും അല്ലെങ്കിൽ ശരിക്കും ബെഡ്റൂം പോയി കിടന്നുറങ്ങും, അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തെങ്കിലും പണി ചെയ്തുകൊണ്ടിരിക്കണം. വെറുതെ ഇരിക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കും പറ്റുന്നില്ല. നമ്മളും ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ തന്നെ ഇങ്ങനെ, പിന്നെ എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ കുട്ടികളെ നമ്മൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്നിട്ട് നമ്മൾ എന്താ പറയുക, കുട്ടി ഇങ്ങനെയെന്ന് പറയും. അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടിയുടെ മൈൻഡിൽ ഓൾറെഡി സെറ്റാണ്, ഞാൻ ഇങ്ങനെയാണല്ലോ, പിന്നെ ഇപ്പൊ എന്തിനാ കൂടുതൽ. അതിന് മാത്രം എന്ത് ചെയ്യണം, ആ കുട്ടിക്ക് പോസിറ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടണം. അത് കിട്ടാനായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണില്ല, സമ്മതിക്കുന്നില്ല.
നമ്മൾ തന്നെ കുറെ തടസ്സങ്ങള് കുട്ടികളുടെ കാര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇതിനെന്ത് ചെയ്യണം, നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റണം. അതിൽ നേരത്തെ പറഞ്ഞ വീണ്ടും ഒന്നുകൂടെ അടിവരായിട്ട് പറയാനുണ്ട്, പെട്ടെന്ന് ഓർമ്മ വന്നപ്പോ കമ്മ്യൂണിക്കേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. വളരെ പ്രധാനപ്പെട്ട പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടത്. എന്ന് പറഞ്ഞാൽ നമ്മള് പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞാലടക്കം നമ്മൾ പറയാ എന്താണ്, പഠിച്ചില്ല പിന്നെ എങ്ങനെ മാർക്ക് കിട്ടുക, ഇങ്ങനെ ഇരുന്നോ കളിച്ചോന്നാ പറയാം. പക്ഷെ അതിനെ നമ്മൾ എന്ത് ചെയ്യാ, നല്ല പോലെ റീഡിഫൈൻ ചെയ്ത് നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ പഞ്ചസാരയിൽ പൊതിഞ്ഞു കൊടുക്കൂലേ, അങ്ങനെ പറയാൻ പറ്റണം നമുക്ക്. അതായത് തോളിൽ തട്ടിയിട്ട് പേടിക്കൊന്നും വേണ്ടടാ, അതായത് നിന്റെ കഴിവിന്റെ അത്ര നിനക്ക് ഇത് ലാസ്റ്റ് ടൈമിൽ കിട്ടിയിട്ടില്ല, അത് ശരിയാണ്, കാര്യക്കണ്ട, നമുക്ക് എന്ത് ചെയ്യാം, പ്രൊഡക്ഷൻ സെറ്റ് ആക്കാം എന്ന് നമുക്ക് പറയാൻ പറ്റണം. പക്ഷെ രക്ഷിതാവ് എന്ന് പറയുന്ന ആ ഒരു സാധനം നമ്മുടെ ഉള്ളിൽ കിടന്നിട്ടുണ്ടല്ലോ, ഇത് പറയാൻ നമുക്ക് പറ്റില്ല. അതാണ് നമ്മുടെ അവസ്ഥ. കാരണം രക്ഷിതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ആന സംഭവം വെച്ചിട്ടാണ് നമ്മൾ നടക്കുന്നത്. ഞാൻ വലിയ ആളായി പറഞ്ഞിട്ട് നമ്മൾ നടക്കുക. ഈ വലിയ ആൾക്കോ ഒരു കുട്ടീനെ, 2 കുട്ടീനെ, 3 കുട്ടീനെ മേക്കാനുള്ള കഴിവില്ല. എന്നിട്ട് പറയും അവസാനം നമ്മൾ എന്നെ പരിധരിക്കും, ഞാൻ അവന് എന്തോരം കഷ്ടപ്പെട്ടതാണ്, എന്തൊക്കെ ഞാൻ അവന്. നമ്മൾ അവരോട് തന്നെ പറയാറില്ലേ, നിനക്ക് വേണ്ടിയിട്ടല്ലടാ ആ തന്ത പോയിട്ട് പണിയെടുക്കണത്, അങ്ങനെ പറയാം നമ്മള്. അങ്ങനെ നമ്മൾ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, കുട്ടീനെ നമ്മൾ നിരുത്സാഹപ്പെടുത്തും. അപ്പോ ഇതിനെ കൃത്യമായിട്ട് ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, റിഫൈൻ ചെയ്ത് നമ്മൾ സംസാരിക്കണം. അപ്പൊ ഈ പഠനത്തിലുള്ള ഈ ബുദ്ധിമുട്ട് മാറ്റാനുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മൾ ആദ്യം വേണ്ട എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനി സമയം കുറച്ചുള്ളൂ, ഈ സമയത്തില് മാക്സിമം മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റണം വളരെ ഷോർട്ട് ടൈമിൽ. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാം. ഒന്ന്, വളരെ കൂളായിട്ട് കുട്ടീനായിട്ടാണ്ട് ഇരിക്കുക. വീട്ടിൽ നിങ്ങൾക്ക് ഇരിക്കാൻ സൗകര്യമില്ലേ, നാളെ ഒന്ന് പുറത്ത് കണ്ട് പോയിക്കോ, പുറത്തു പോവാ. മകനാണോ മകളാണോ ആരെങ്കിലും, ആരുമില്ല, വീട്ടുകാരും ഇവര് രണ്ടുപേരായിട്ടും നിങ്ങൾ രണ്ടുപേരും മാത്രമാണെങ്കിലും എന്ത് ചെയ്യാം, ഒന്ന് പോവാ. ചിലപ്പോ അപ്പുറത്ത് പാടുണ്ടാവും, പാടത്ത് പെരുത്ത് നടത്താൽ മതി, വെള്ളത്തിൽ വീഴാതെ നോക്കണം. അവിടെ പോവാ, നടക്കുക. നടന്നിട്ട് അല്ലടാ, ജസ്റ്റ് ഒരു പേര് പറയാണ്, അല്ലടാ റിസ്വാനെ 10ാം ക്ലാസ് ആണ്, എന്താണ് എങ്ങനെ ഉണ്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുക, സംസാരിക്കുക. അപ്പൊ അവൻ പറയും അങ്ങനെ പോണ്ടുമ്മ, എന്ത് 10ാം ക്ലാസ്. അപ്പൊ ചോദിക്കുന്നു, അല്ലടാ ശരി തന്നെ, അതൊന്നും ഈ കാര്യമാക്കണ്ട, ജയിച്ചോളൂ, എന്റെ മോൻ എന്ത് ചെയ്യും, ജയിക്കുക, എനിക്കറിയാം, ഒന്നും കാര്യമാക്കണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മൾ സംസാരിച്ച് തുടങ്ങി ചെയ്യാൻ പറ്റുന്ന, അതായത് ഒരു സംസാരത്തിന്റെ ഒരു റൂട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. എല്ലാവരുടെ ഇതാവണമെന്നില്ല, ഓരോ കുട്ടികളെയും നിങ്ങൾക്കാണ് അറിയാം. നിങ്ങൾക്ക് അവനെ കൃത്യമായിട്ട് എങ്ങനെയാണോ കറക്റ്റ് ചെയ്ത് ടാക്കിൾ ചെയ്യാൻ പറ്റുക ആ രീതിയിൽ നമ്മൾ ടാക്കിൾ ചെയ്തെടുക്കുക, സംസാരിക്കുക. ഓക്കെ, അല്ല ഇനിയിപ്പോ എനിക്ക് ഇനി എന്താണ് റിവിഷനൊക്കെ കഴിഞ്ഞു, ഇനി എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഞങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ, ഞാൻ വാപ്പാനോട് പറയാം, ഞാൻ എന്തെങ്കിലും പഠിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാനുണ്ടോ, വാപ്പാനെ കൊണ്ട് എന്തെങ്കിലും ഹെൽപ്പ് വേണോ, ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണോ, താത്ത ഉണ്ടല്ലോ താത്താനോട് എന്തെങ്കിലും പറയണോ, നിങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞു തരാൻ വേണ്ടി പറയണോ, അല്ലെങ്കിൽ നമ്മൾ അപ്പുറത്തെ എന്താ പറയാ കുൽസ്വാത്താന്റെ മോന് +2 ഒക്കെ കഴിഞ്ഞല്ലേ, ചിലപ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, അവനോട് പറയണോ. അങ്ങനെ ഏറ്റവും കൂളായിട്ട് ഓപ്പൺ ആയിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റണം. അങ്ങനെ ഓപ്പണായി സംസാരിച്ചിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് തയ്യാറാണെങ്കിൽ ഇത് ജയിച്ചാ മതി, ജസ്റ്റ് പാസ് ആണെങ്കിലും കുഴപ്പമില്ല മുത്തുമണിയെ, ജയിച്ചാ മതി. നമുക്ക് എന്ത് ചെയ്യാം, പഠനം നമുക്ക് നല്ലപോലെ ആക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ഇരുന്നാലോ, നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുവരാം അതിന് വേണ്ടിയിട്ട് എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ മാത്രം മതി, ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും, ഉപകാരം ഉണ്ടായിരിക്കും. അപ്പൊ അതിന് നമുക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഈ സമ്മതിക്കുകയാണെങ്കിൽ നമുക്കൊന്ന് ഇരുന്നിട്ടൊരു പഠിക്കാനുള്ള ഒരു സമയമൊക്കെ നമുക്ക് ക്രമപ്പെടുത്തിയിരുത്താലോ എന്ന് പറഞ്ഞ് ഒരു ടൈം ടേബിൾ കൃത്യമായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, നമ്മൾ വിജയിച്ചു. ഇത് ടൈം ടേബിൾ കൃത്യമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ചോദ്യം ചോദിക്കുകയാണ്, പഠിക്കാനുള്ള ഏറ്റവും നല്ല സമയം ഏതാ? 3 ഉത്തരം ഉണ്ട്. 1 രാവിലെ, 2 രാത്രി, 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, ഒരു ഇശാ മഗ്‌രിബിന്റെ ഇടയിലുള്ള സമയം, രാവിലെ. ഓക്കെ, രാവിലെ 1. ഓക്കെ, രാവിലെയാണ് പഠിക്കാൻ ഏറ്റവും നല്ല സമയം, മോർണിംഗ്.
രാവിലെയാണ് പഠിക്കാൻ ഏറ്റവും നല്ല സമയം. നമ്മളൊക്കെ രാവിലെ എഴുന്നേറ്റ് പഠിച്ച ആൾക്കാരാണല്ലോ അല്ലെ? നമ്മൾ ചിന്തിച്ചാൽ മതി. നമ്മളൊക്കെ രാവിലെ എണീറ്റിരുന്ന് പഠിച്ച ആൾക്കാരായിരുന്നു. അതുകൊണ്ട് നമുക്ക് എന്താണ്, മോർണിംഗ് ആണ് ഏറ്റവും എളുപ്പം. പക്ഷേ നമ്മൾ പറയുന്നൊരു കാര്യം, പഠിക്കുന്ന കുട്ടികളോട് നമ്മൾ പറയുന്ന ഏറ്റവും നല്ലൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആരോ അതിൽ പറഞ്ഞിട്ടുണ്ട്, ബിൻത്ത് ഷിഹാബുദ്ദീൻ എന്ന് പറഞ്ഞിട്ട്, അവർക്ക് പഠിക്കാൻ തോന്നുന്ന സമയം ഏതാണോ അതാണ് ഏറ്റവും നല്ല സമയം. അതല്ലാതെ രാവിലെ 5 മണിക്ക് എണീപ്പിച്ചോളൂ, പ്രശ്നമില്ല, അതല്ല പറയണത്. കുത്തിരുന്ന് പഠിക്ക് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണ്ട, നിർബന്ധിക്കേണ്ട. അപ്പൊ നമ്മൾ പറയും പഠിക്കാൻ അവർക്ക് തോന്നുന്നില്ലെങ്കിലോ? ആ തോന്നൽ ഉണ്ടാക്കലാണ് നമ്മുടെ ഉത്തരവാദിത്തം. കുട്ടിക്ക് അതായത് പഠിക്കാൻ തോന്നാത്ത എന്താ അറിയോ? പഠിക്കാൻ തോന്നാത്തതിന്റെ ഒന്നാമത്തെ പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. കുറേ ഉണ്ട്, ഇതെന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തമില്ലാണ്ട് അന്തം വിട്ട് നടക്കുകയാണ് നമ്മുടെ മക്കൾ. ഒന്ന്. രണ്ടാമത്തത്, എവിടെ നിന്ന് തുടങ്ങണം എന്ന് സത്യം പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് അറിയില്ല. എവിടെ നിന്ന് പഠിച്ചു തുടങ്ങണമെന്ന് അറിയില്ല. മൂന്നാമത്തത്, ഇത്ര നാള് 10ാം ക്ലാസ് വരെ സ്കൂളിൽ പഠിച്ചിട്ട് 12ാം ക്ലാസ് വരെ മദ്രസയിലും സ്കൂളിലൊക്കെ പഠിച്ചിട്ട് നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോഴും എന്ത് ചെയ്യില്ല, എങ്ങനെ പഠിക്കണം എന്നുള്ളത് അറിയില്ല. 30 കുട്ടികളുള്ള ഒരു ക്ലാസ് ആണെങ്കിൽ 40 കുട്ടികളുള്ള ഒരു ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 2ഓ 3ഓ കുട്ടികൾക്കാണ് എങ്ങനെ പഠിക്കണം എന്നുള്ളതിനെ കുറിച്ച് അറിയുള്ളൂ. റിയാലിറ്റിയാണ്. 40 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ 3 പേർക്കാണ് അറിയുള്ളൂ ഇത് എങ്ങനെ പഠിക്കണം എന്നുള്ളത്. ബാക്കിയുള്ളവർക്കൊന്നും സത്യം പറഞ്ഞാൽ ഇത് എങ്ങനെ പഠിക്കേണ്ടതെന്ന് അറിയില്ല. ഇന്നലത്തെ സെഷനിൽ ഷാവുൽ സാർ പറഞ്ഞതുപോലെ ടീച്ചേഴ്സിനും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് എടുത്തു കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണുള്ളത്. നമ്മളും ടീച്ചറായിരുന്നു. ക്ലാസ് എടുത്തു കൊടുക്കാൻ ഇത് ഇനി എങ്ങനെ പഠിക്കണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കാനുള്ള സമയം പോലും സത്യം പറഞ്ഞാൽ അവർക്ക് കിട്ടുന്നില്ല. അവർ സാധുക്കളാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ പിന്നെ പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ബുദ്ധിമുട്ട് അതാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ട്യൂഷൻ വിടും. ട്യൂഷൻ വിട്ട് കഴിഞ്ഞാൽ അവിടെ എല്ലായിടത്തും നടക്കുന്ന ഒരു മെത്തേഡായിരിക്കും അവിടെ നടക്കുന്നുണ്ടാവുക. ബൈഹാർട്ട് ആക്കുക, അല്ലെങ്കിൽ എവിടെ എന്ത് രീതിയിലാണ് അവിടെ ഉള്ളത് അത് മാത്രമാണ് അവിടെ നടക്കുന്നുണ്ടാവുക. അതിലേക്ക് ചിലപ്പോൾ നമ്മുടെ കുട്ടി അതിന് പറ്റിയ കുട്ടി ആയിരിക്കണമെന്നില്ല. അപ്പൊ അവൻ അവിടെ പോകാൻ തയ്യാറാവില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നം. അപ്പൊ ആദ്യം വേണ്ട എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പഠിക്കാനുള്ള സാധനത്തിന് എവിടെ തുടങ്ങണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. എങ്ങനെ പഠിക്കണം എന്നുള്ളത് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഇതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇത് വളരെ സിമ്പിളാണ്. എന്ത് രസാന്നറിയോ പഠനം വളരെ സിമ്പിളാന്ന് പറഞ്ഞു കഴിഞ്ഞാല്. എന്ന് പറഞ്ഞാലേ ഉദാഹരണത്തിന് നമ്മള് ഒരു ചാപ്റ്റർ ഏകദേശം ഒരു 20-25 പേജ് വരുന്ന ഒരു ചാപ്റ്ററിനെ ഏറ്റവും നല്ല രീതിയിൽ പഠിക്കാൻ കഴിയുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ മൈൻഡ് മാപ്പിംഗ് എന്ന് പറയുന്ന ടെക്നിക്ക് ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ അതുപോലെയുള്ള ബാക്കിയുള്ള ടെക്നിക്സ് ഉപയോഗിച്ചിട്ട് ഒറ്റൊരു പേജിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊണ്ടുവരാൻ പറ്റും. ഒറ്റൊരു A4 ഷീറ്റിലേക്ക് അതിനെ കൊണ്ടുവരാൻ പറ്റും. എന്ന് പറഞ്ഞാൽ പിന്നെ റിവിഷന്റെ സമയത്ത് അവന് വീണ്ടും എന്ത് ചെയ്യേണ്ടതില്ല, പുസ്തകങ്ങൾ ഇങ്ങനെ മറിച്ച് നോക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു പേപ്പർ ഉണ്ടെങ്കിൽ തന്നെ മതി. അപ്പൊ എങ്ങനെ പഠിക്കണം എന്നുള്ളതിന് നമ്മൾ കൃത്യമായിട്ട് നമുക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റണം എന്നുള്ളത് ഒന്നാമത്തെ ഒരു കാര്യമാണ്. അതാണ് സത്യം പറഞ്ഞാൽ ഇത് അവർക്ക് അറിയാത്തത് കൊണ്ട് നമ്മുടെ മക്കളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്കറിയില്ല. പിന്നെ ഇതിന്റെ ഒപ്പം മറ്റൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിനാ പഠിക്കണത് എന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് അറിയോ? നെവർ. ഈ പറഞ്ഞതുപോലെ കുറച്ച് ആളുകൾക്ക് അറിയാം എന്തിനാ പഠിക്കണത്, ബാക്കിയുള്ളവർക്ക് അറിയില്ല. നമ്മളാണെന്നുണ്ടെങ്കിലോ അതിനെ ഡിഫൈൻ ചെയ്ത് കൊടുത്തിട്ടുമില്ല. നമ്മൾ ഇതിനൊരു മണി മോട്ടീവായിട്ട് മാത്രം കരുതുകയും ഈ കുട്ടി അപ്പൊ എന്താണ് മണി മോട്ടീവ് എന്നുള്ള രീതിയിൽ അവൻ ചിന്തിക്കുമ്പോ പണിയെടുത്താ പോരെ കാശിട്ടാൻ, പിന്നെ എന്തിനാ പഠിക്കണത് എന്നുള്ള രീതിയിലേക്ക് ചിന്തിക്കുകയും ചെയ്യുന്ന സമയത്താണ് എന്ത് ചെയ്യണത്, ഇതൊക്കെ മാറുന്നത്. അപ്പൊ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ അതിനുള്ള സൊല്യൂഷൻസ് ഉണ്ടായിരിക്കണം. എങ്ങനെ പഠിക്കണം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ടൈം ടേബിളിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മൊബൈൽ കാണാനുള്ള സമയം നിർബന്ധമായിട്ടുണ്ടാവണം. കളിക്കാനുള്ള സമയം നിർബന്ധമായിട്ടുണ്ടാവണം.
അവർക്ക് എന്തൊക്കെ ലെഷേഴ്സ് ആണുള്ളത്, അവർക്ക് എന്തൊക്കെ ഹോബീസ് ആണുള്ളത്, അതൊക്കെ ചെയ്യാനുള്ള സമയം അതിൽ കൃത്യമായിട്ട് ഉണ്ടാവണം. അല്ലാതെ ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്തു ഫുള്ള് പഠനം 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 അവർ നമ്മളൊപ്പം നിൽക്കൂല. എല്ലാത്തിനും കൊടുത്ത് ഉള്ള സമയം അങ്ങനെയല്ലേ, പഠിക്കാൻ കിട്ടുന്ന സമയം ഒരു 1 hour ആണെന്നുണ്ടെങ്കിൽ ആ 1 hourനെ മോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നിടത്താണ് നമ്മൾ വിജയിക്കുന്നത്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ അവരായിട്ട് നമ്മൾ നടക്കണം. പരീക്ഷയായി, ഇനി എവിടേക്കും പോവൊന്നും വേണ്ട, കല്യാണത്തിന് വിടൂല, ഭയങ്കര പ്രശ്നങ്ങളാണ്. കല്യാണത്തിന് കൊണ്ടുപോകില്ല, പിന്നെ ഒരു സ്ഥലത്തേക്കും കൊണ്ടുപോകില്ല. എന്താ ചെയ്യാ, എക്സാം ആയി കഴിഞ്ഞു പോയിരുന്നു പഠിച്ചേ. അതിനപ്പുറത്താണ് നമ്മുടെ സ്കൂളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, സ്കൂളുകാരെ നമുക്ക് സത്യം പറഞ്ഞാൽ കുറ്റം പറയാൻ പറ്റൂല. അവരും അതിനേക്കാൾ നമ്മളെക്കാൾ വലിയ ആദിയിലാണുള്ളത്. അപ്പൊ പറഞ്ഞു വരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അവരാണെന്നുണ്ടെങ്കിലോ ഞായറാഴ്ചയും ശനിയാഴ്ചയും എല്ലാ ദിവസവും ക്ലാസ് ആണ്. അപ്പൊ അടുത്ത പ്രശ്നം അവിടെ തുടങ്ങി. നമ്മുടെ കുട്ടികൾ സത്യം പറഞ്ഞാൽ ഞെരുങ്ങാണ് സത്യം പറഞ്ഞാൽ. ഇപ്പോഴത്തെ ഒരു സ്കൂളിൽ പോയപ്പോഴേ അവിടെ ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരാൾ പറഞ്ഞത്, രക്ഷിതാക്കളോട് സംസാരിച്ചപ്പോ പറഞ്ഞു, പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ മക്കള് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവരോട് നിങ്ങൾ പഠിക്കാൻ പറയരുത്. അവര് സ്കൂളിൽ നിന്ന് പഠിച്ചിട്ടാണ് വരുന്നത്, ട്യൂഷനിലും പോയിട്ട് അവർ പഠിച്ചിട്ടാണ്, വീട്ടിലെങ്കിലും അവർക്ക് സ്വസ്ഥത കൊടുക്കൂ എന്ന് പറഞ്ഞപ്പോഴേ കുട്ടികളൊക്കെ എന്താ പറയാ ആർമാദിച്ച് കയ്യടി. കാരണം അവർക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് ആൾ വന്ന് പറഞ്ഞത്. അതുവരെ വേറെ കുറെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആൾ കയ്യടിച്ചൊന്നുമില്ല. പക്ഷെ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ എല്ലാവരും കയ്യടിച്ചു. കാരണം കുട്ടികൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർക്ക് ഇഷ്ടം അവരുടെ എന്താ പറയാ ഹാപ്പിനെസ്സിനെ കണ്ടെത്താൻ എന്നുള്ളത് മാത്രമാണ് അവരുടെ ഇഷ്ടം. ആ ഹാപ്പിനെസ്സിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് അവരെന്തും ചെയ്യും. എന്തും ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പല രീതിയിലുള്ള കാര്യങ്ങളിൽ എന്ത് ചെയ്യും, അവർ ഏർപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പൊ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? കൃത്യമായിട്ട് അഡ്രസ് ചെയ്യാൻ പറ്റണം. നല്ലൊരു രീതിയിലുള്ള ടൈം ടേബിളിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. സമയം മാനേജ് ചെയ്യാൻ എന്ത് ചെയ്യണം? അവരെ നമ്മൾ പഠിപ്പിക്കണം. അവരെ നമ്മൾ പഠിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചങ്കിങ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ്സ് ഒക്കെ ഉണ്ട്. ചങ്കിങ് മെത്തേഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്കെഡ്യൂളാണ് നമ്മൾ വേണ്ടത്. ഇന്നൊരു പാഠം ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാം, അങ്ങനല്ല. റിയലിസ്റ്റിക് ആയി അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളിലുള്ള ചങ്കിങ് ആയിട്ടുള്ള എന്താ പറയാ മാനേജബിൾ ആയിട്ടുള്ള ഗോൾസിനെ അവർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുന്ന രീതിയിലേക്ക് നമ്മൾ മാറണം. 10-12 പാഠം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മുഴുവൻ 2 ദിവസം കൊണ്ട് പഠിച്ചു തീർക്കുക എന്നുള്ളതല്ല. മറിച്ച് 2 സബ്ജക്ട് കൊടുക്കാം നമുക്ക്. ആ 2 സബ്ജക്റ്റിനെ 3 ദിവസം കൊണ്ട് ഓരോ ദിവസം ഇത്ര 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 എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ 4 സബ്ജക്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പോർഷൻ ചെറിയ 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 ഭാഗങ്ങളാക്കിയിട്ട് ചങ്ക് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? മാറ്റം വരുത്തണം. അതോടൊപ്പം അവരെ എന്ത് ചെയ്യണം? നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് അവരെ നമ്മൾ എപ്പോഴും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞതുപോലെ കളിക്കാൻ പോകണം, എന്നാ കളിക്കാൻ പോയിക്കോ. അതായത് ഇത്രേ ഉള്ളൂ. 1 മണിക്കൂർ പഠിക്കാനുള്ള സമയം നമ്മൾ കണ്ടു. 1 മണിക്കൂർ പഠിക്കാനുള്ള സമയം ആയി കഴിഞ്ഞു. 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു. കൃത്യം 8 മണി ആയപ്പോ ഓൻ വന്നിട്ട് ചോദിച്ചു, ഉമ്മ സമയം കഴിഞ്ഞു, ഞാൻ പോട്ടെ. നമ്മുടെ മക്കൾ ചോദിക്കും. അപ്പൊ നമ്മൾ 8 മണി ആയിട്ടുണ്ടോ എണീച്ചോ, അപ്പൊ നീ എന്താ പഠിച്ചു? അങ്ങനെയല്ല, അതെ പഠിച്ചു അല്ലെ, ഓക്കെ, 2-3 ചോദ്യം ചോദിച്ചിട്ട് ഓർമ്മ ഉണ്ടോ നോക്കിയിട്ട് പോയാ പോരെ എന്ന് ചോദിക്കാം. അതല്ലെങ്കിൽ ഒരു 7:45 ആകുന്ന സമയത്ത്, അല്ലെങ്കിൽ 7:50 ആകുന്ന സമയത്ത് തന്നെ കുട്ടിയുടെ അടുത്ത് വന്നിട്ട് എന്താടാ കഴിഞ്ഞോ, ആർക്ക് കളിക്കാൻ പോകണ്ടേ എന്ന് നമ്മൾ അങ്ങോട്ട് ചോദിച്ചു നോക്കാം. എന്നിട്ട് പറയാം, പോണോണ്ട് കുഴപ്പമൊന്നുമില്ല, ഈ എന്ത് ചെയ്തോ, ഇതുവരെ പഠിച്ച കാര്യങ്ങളൊന്ന് പറഞ്ഞിട്ട് പോയിക്കോ എന്ന് പറയാം. പതുക്കെ അവരെന്ത് ചെയ്യും? ഈ ഒരു റൂട്ടീനിലേക്ക് വരികയും അവരെന്ത് ചെയ്യും? അവരുടെ ലേണിംഗ് ടെക്നിക്സിനെ, ലേണിംഗ് സ്കില്ലിനെ ഡെവലപ്പ് ചെയ്തെടുക്കുകയും ചെയ്യും. അങ്ങനെ വളരെ നിസ്വാർത്ഥമായിട്ട് സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റണം? നമുക്ക് അവരെ മാനേജ് ചെയ്യാൻ പറ്റണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ മാനേജിങ് ആണ് നമുക്ക് നമ്മുടെ മക്കൾക്ക് കൊടുക്കാനുള്ളത്. സമയത്തിന് കൃത്യമായിട്ട് ആ ഒരു ടൈം ടേബിൾ നമ്മൾ എന്ത് ചെയ്യണം? ക്രിയേറ്റ് ചെയ്തിടണം. വേണമെങ്കിൽ അതിന്റെ ടൈം ടേബിളിന്റെ ഒരു മോഡൽ എന്ത് ചെയ്യാം? നിങ്ങളുടെയൊക്കെ ഗ്രൂപ്പുകളിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തിടാം. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നെറ്റിൽ തന്നെ എന്താ പറയാ, ഒരു സ്റ്റഡി ടൈം ടേബിൾ ഫോർ ചൈൽഡ് അല്ലെങ്കിൽ എന്താ പറയാ സ്റ്റുഡന്റ് എന്നൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മോഡൽസ് കിട്ടും. വേണമെങ്കിൽ അതും നിങ്ങൾക്ക് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതോടൊപ്പം ഒരു കുട്ടിയെ
അവന്റെ എക്സാം പ്രിപ്പറേഷനിലുള്ള എല്ലാ സഹായങ്ങളും നമ്മൾ കൊടുക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ കൃത്യമായിട്ട് അഡ്രസ് ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ ആൻസൈറ്റിയെ, അവന്റെ ടെൻഷൻസിനെ, അവന്റെ മെന്റൽ സ്ട്രെസ്സിനെ നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റണം. ഇത് അഡ്രസ് ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന് നമുക്ക് വേണ്ട എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ കുട്ടീനെ നമുക്കറിയണം. മനസ്സ് വാടുന്നത്, അവന്റെ മുഖം വാടുന്നത്, അവന്റെ കണ്ണ് കൂമ്പുന്നത്, അവന്റെ ശരീരം മുഴുവൻ വാടുന്ന ഒരു അവസ്ഥ നമുക്ക് അറിയാൻ പറ്റണം. അവനക്ക് എന്തോ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതിന് നമ്മൾ വേണ്ട എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിസിക്കൽ ആ ആങ്സൈറ്റിയെ ഇല്ലാതാക്കണമെങ്കിൽ, ആ മെന്റൽ സ്ട്രെസ്സിനെ, ടെൻഷൻസിനെ അവോയ്ഡ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഫിസിക്കൽ ആക്ടിവിറ്റി നന്നായിട്ട് എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കണം. നടന്ന് പഠിക്കുകയാണെങ്കിൽ നടന്ന് പഠിച്ചോട്ടെ, കളിക്കുകയാണെങ്കിൽ കളിച്ചോട്ടെ, എന്താണ് അവർക്ക് ഇഷ്ടമുള്ളത് അവരുടെ കൈകാലുകളൊക്കെ അനങ്ങുന്ന രീതിയിൽ എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ളൊരു ഒരു ഒരു കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം റിലാക്സേഷൻ ടെക്നിക്സുകളൊക്കെ ഉണ്ടല്ലോ, ബ്രീത്തിങ്, ഇന്നും ഔട്ടൊക്കെ, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ഒക്കെ, അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പരിശീലിപ്പിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും. പലപ്പോഴും നമ്മുടെ കുട്ടികൾ കളിക്കാൻ പോകുന്നവരാണ്, പക്ഷെ ആ കളി എന്ന് മാത്രമേ ഉള്ളൂ, അതല്ലാതെ വേറൊരു എക്സസൈസ് സത്യം പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്കില്ല. അതൊക്കെ ഒരു റൂട്ടിന്റെ ഭാഗമായിട്ട് രാവിലെ തന്നെ ഒന്ന് നടത്തമോ അല്ലെങ്കിൽ ഇതേപോലെയുള്ള ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എക്സസൈസുകളൊക്കെ ശീലിപ്പിക്കുന്നത് അവരുടെ ആങ്സൈറ്റിയെ, അതോടൊപ്പം തന്നെ അവരുടെ മെന്റൽ സ്ട്രെസ്സിനെ ഒക്കെ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. കൃത്യമായിട്ട് എന്തെങ്കിലും ടെൻഷൻ വരുന്ന സമയത്ത് നമ്മുടെ മക്കൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. നീ നല്ലപോലെ കണ്ണടച്ചിരുന്നിട്ട് ഇങ്ങനെ ഒരു 4-5 തവണ ചെയ്താൽ മതി മോനെ, എല്ലാം ശരിയാവും എന്ന് പറയാൻ നമുക്ക് കഴിയണം. പക്ഷെ ഇതൊക്കെ നമുക്കറിയാം, നമ്മൾ നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ ഇതിനെ കൂടി അഡ്രസ് ചെയ്യുന്നിടത്താണ് നമ്മൾ വിജയിക്കുന്നത്. ഈ റിലാക്സേഷൻ ടെക്നിക്സ് നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. അതോടൊപ്പം നമ്മുടെ കുട്ടികള് ഒരു 10:30-11 മണിക്കപ്പുറം ഉണർന്നിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് അവരെ മാറ്റിയിട്ട് ഉറക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. 11 മണിക്ക് ഉറങ്ങുന്ന രീതിയിലെങ്കിലും നമ്മുടെ ടൈം ടേബിളിനെ നമ്മൾ എന്ത് ചെയ്യണം? ഷെഡ്യൂൾ ചെയ്യണം. അങ്ങനെ നമ്മുടെ ടൈമിനെ നമ്മൾ മാനേജ് ചെയ്യാൻ ശ്രമിക്കണം. അതോടൊപ്പം എല്ലാ തരത്തിലും സപ്പോർട്ടീവ് ആയിട്ടുള്ള എൻവയോൺമെന്റ്, അതെന്താ ഉദാഹരണം? എല്ലാ തരത്തിലും സപ്പോർട്ടീവ് ആവാന്ന് പറഞ്ഞതിന്റെ ഒരർത്ഥം, 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടി വീട്ടിലുണ്ടെങ്കിൽ ആര് വന്നു കഴിഞ്ഞാലും ചോദിക്കും, 10ാം ക്ലാസ് എന്താടാ A+ ഒക്കെ കിട്ടുമോ? ഫുൾ A+ ഉണ്ടാവില്ലേ എന്നാണ് ചോദിക്കുക. അവന് ഫുൾ A+ കിട്ടാതിരിക്കുക, എന്തായാലും ഇവർക്ക് എന്താ ചെയ്തോ? അപ്പൊ നമ്മൾ എന്താ പറയാന്നറിയാം? ആ വന്ന ആളോട് ഇവനല്ലേ നടന്നതന്നെ എന്നാണ് നമ്മൾ പറയാം. അതോടുകൂടി അവൻ ഡൗണായി. അവിടെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വാക്കുണ്ട്, A+ ഒന്നും വേണ്ട, അവന് നല്ല ഉഷാറായിട്ട് പഠിക്കുന്നുണ്ട്, അവനതിന് A+ ഒന്നും അവനക്ക് വേണമെന്ന് അവൻ ആഗ്രഹിക്കണമെന്നില്ല, അവന് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, അതിന് വേണ്ടിയിട്ട് അവൻ പഠിക്കുന്നുണ്ട് നന്നായിട്ട്, എന്തായാലും അതവനായും, അതിന് നമുക്ക് പേടിയൊന്നുമില്ല എന്ന് നമുക്ക് നമ്മുടെ കുട്ടികളെ കുറിച്ചിട്ട് കോൺഫിഡൻസ് ആയിട്ട് പറയാൻ പറ്റണം. നമ്മുടെ അമ്മായിമാര് വരും, മൂത്തുമാര് വരും, മാമാരും എളാപ്പാരും എല്ലാവരും വരും. വന്നു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ 10 നടന്നാ മതിയാ, +2 അല്ലേ, എന്താണ് ഇങ്ങനെ ചോദിച്ച് വെറുപ്പിച്ചോണ്ട് പോകും. പിന്നെ ഇവൻ തന്നെ പറയാം അവസാനം, ഞാനില്ല അങ്ങോട്ടേക്ക്. എന്തുകൊണ്ടാ? ഇതാണ് ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ എല്ലാ അവസ്ഥയിലും അവരെ കൃത്യമായിട്ട് സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് പറ്റണം എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ടൈമിനെ, ഈ മെന്റൽ സ്ട്രെസ് ഉള്ളിടത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചിലപ്പോ വളരെ കാര്യമായിട്ട് സീവിയർ ആയിട്ട് ഇത്തരം പ്രശ്നങ്ങളുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രൊഫഷണൽസിന്റെ സഹായം നമ്മൾ കൃത്യമായിട്ട് തേടുക. അതിലൊന്നും ഒരു മടിയും നമ്മൾ വിചാരിക്കാൻ പാടില്ല. എവിടെയാണോ നമ്മൾ ഇവരുമായിട്ട് പോയി സംസാരിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ടീച്ചേഴ്സിനോട് ഡിസ്കസ് ചെയ്ത് അവരുമായിട്ട് സംസാരിച്ച് കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഇതിനെ അഡ്രസ് ചെയ്യാൻ പറ്റണം. അതൊക്കെ വെറുതെയാണ്, നമുക്ക് അങ്ങനെ പറഞ്ഞവരെ സമാധാനിപ്പിക്കാം. അതോടൊപ്പം നമുക്ക് തന്നെ നമ്മുടെ കയ്യിൽ നിൽക്കാത്തതിനെ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് എന്ത് ചെയ്യണം? അവരെ അഡ്രസ് ചെയ്യിക്കാൻ നമുക്ക് പറ്റണം എന്നുള്ളതാണ്. അത് നമ്മൾ ശ്രദ്ധിക്കാം. അതോടൊപ്പം കുട്ടിയെ നമ്മൾ പഠനത്തിൽ സഹായിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരെ ഓർഗനൈസേഷൻ സ്കില്ലിനെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഓർഗനൈസേഷൻ സ്കിൽ എന്ന് പറഞ്ഞാല് ഓരോന്നിനെയും കൃത്യമായിട്ട് ഓർഗനൈസിങ് ആ കപ്പാസിറ്റി സത്യം പറഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് ഇല്ല. ഭൂരിഭാഗം ഒരു 100 കുട്ടികൾ എടുത്തു കഴിഞ്ഞാൽ 1-2 ആളുകൾക്ക് മാത്രമാണ് ഈ ഓർഗനൈസിങ് സ്കില്ലുള്ളൂ. ഇന്ന് നിങ്ങൾ പേപ്പർ വായിച്ചോന്നറിയില്ല, ഇന്നത്തെ പത്രത്തിൽ ഉണ്ടായിരുന്നു,
യുവാക്കൾക്ക് നല്ല ജോലി കിട്ടുന്നില്ല എന്നുള്ള പരാതി ഉയരുന്നു. അതിനുള്ള മറുപടിയായിട്ട് കമ്പനികൾ പറയുന്നൊരു അവരുടെ ഒരു എന്താ പറയാ മറുപടി ഉണ്ട്. അതിന് കമ്പനികൾ കൊടുക്കുന്ന മറുപടി അവര് പറയുന്നത് അവർക്ക് ആവശ്യമായിട്ടുള്ള സ്കില്ലുള്ളവരെ ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അവർക്ക് ആവശ്യമായിട്ടുള്ള സ്കില്ലുള്ളവരെ ലഭിക്കുന്നില്ല. യുവാക്കൾ പറയുന്നത്, നമ്മുടെ ജനറേഷൻ പറയുന്നത് അവർക്ക് നല്ല ജോലികളൊന്നും അവർക്ക് ലഭിക്കുന്നില്ല. കമ്പനി മറുപടി പറയുന്നുണ്ട് അവർക്ക് അതിനുള്ള സ്കില്ലില്ല. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്കില്ലാണ് ഓർഗനൈസിങ് സ്കില്ല് എന്ന് പറയുന്നത്. ഓർഗനൈസിങ് സ്കില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് പ്രിയോറിറ്റി ലിസ്റ്റ് ഇല്ല, നമ്മുടെ കുട്ടികൾക്ക് ചെക്ക് ലിസ്റ്റ് ഇല്ല. ഇതൊന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ, ഇതൊന്നും നമ്മൾക്കും ഉണ്ടായിരുന്നില്ല, ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചെയ്തിരുന്നവരായിരുന്നു. പക്ഷെ ആ രീതിയിൽ, അങ്ങനെ ചെയ്യുന്ന രീതിയിലേക്ക് നമ്മുടെ കുട്ടികളെ നമുക്ക് ഡെവലപ്പ് ചെയ്യണം എന്നുള്ളതാണ്. ഓർഗനൈസ് ചെയ്യുന്നതിന്റെ പ്രത്യേകതകൾ എന്താണ്, അതിനെ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അതിലേക്ക് എന്ത് ചെയ്യണം, അവരെ കൊണ്ടുവരണം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ നടക്കുന്ന, അതല്ലെങ്കിൽ ഇതിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എക്സാം, ഈ കുട്ടികൾക്ക് മാത്രമായിട്ടുള്ള ഒരു ക്യാമ്പയിൻ വരുന്നുണ്ട്, ഒരു ക്ലാസ് വരുന്നുണ്ട്, സെഷൻ വരുന്നുണ്ട്, കൃത്യമായിട്ട് പങ്കെടുപ്പിക്കുക. എന്നിട്ട് അതിലുള്ള ഓരോ ആക്ടിവിറ്റീസിനെയും കൃത്യമായിട്ട് ചെയ്യിക്കുവാൻ നമ്മൾ ശ്രമിക്കുക. അപ്പൊ തന്നെ ഈ രീതിയിലുള്ള സ്കില്ലുകളെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിനെ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നേരത്തെ പറഞ്ഞ ആ ഓർഗനൈസിങ് സ്കില്ലും ടൈം മാനേജ്മെന്റ് സ്കില്ലും കണക്റ്റഡ് ആണ്. ഇത് രണ്ടും കൃത്യമായിട്ട് കുട്ടിയിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുവരെയുള്ള എല്ലാ പ്രശ്നങ്ങളും ഇതും പരിഹരിക്കപ്പെടും. എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. ഒന്നിനൊരു മുട്ടുണ്ടാവില്ല. ഒരു തരം, അതായത് കുട്ടി പറഞ്ഞാൽ കേൾക്കണില്ല, അനുസരണയില്ല, അങ്ങനത്തെ എല്ലാ പ്രശ്നങ്ങളും ഇതും അതോടുകൂടി തീരുമെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കുട്ടികളെ ഡെവലപ്പ് ചെയ്തെടുക്കണം. ഈ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡെവലപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യം ഉണ്ടാവും, ഇതിപ്പോ ഡെവലപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി കിട്ടണ്ടേ എന്നുള്ളതാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കമ്മ്യൂണിക്കേഷൻ എന്ത് ചെയ്യുക, പവർ ആക്കുക, നല്ല രീതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. ഓക്കെ, അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താ വെച്ചാൽ കുട്ടിയെ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റണം. അല്ലെങ്കിൽ കുട്ടിയുടെ വീക്ക്നെസ്സിനെ നമുക്കറിയണം, കുട്ടിയുടെ സ്ട്രെങ്ത്തിനെ നമുക്കറിയാൻ പറ്റണം. എങ്കിലാണ് നമുക്ക് കുട്ടികളെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അതിന് നമുക്ക് എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടിപ്സ് പറയുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പേപ്പേഴ്സ് എന്ത് ചെയ്യാം, മുൻ വർഷങ്ങളിലെ പേപ്പേഴ്സ് ഒക്കെ എന്ത് ചെയ്യാം, സോൾവ് ചെയ്യിപ്പിക്കാം. ഇതൊരു ഓർഗനൈസേഷൻ സ്കില്ലാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് വളരെ മാർക്ക് സ്കോർ ചെയ്യാവുന്ന രീതിയിലേക്ക് നമ്മുടെ കുട്ടികളെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്കില്ലാണ്, ഒരു ആക്ടിവിറ്റി കൂടിയാണ്. അപ്പൊ ആ രീതിയിൽ എന്ത് ചെയ്യണം, നമുക്ക് അവരെ ഡെവലപ്പ് ചെയ്യാൻ പറ്റണം എന്ന് കൂടി എന്ത് ചെയ്യണം, ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പം ഇന്ന് ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി ഒന്ന് കൺക്ലൂഡ് ചെയ്യാണ്. നമ്മൾ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പഠനത്തിൽ നമുക്ക് എങ്ങനെയാണ് അവരെ സഹായിക്കാൻ പറ്റുക എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പൊ ആ രീതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് പരീക്ഷയിൽ അവരെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അവരുടെ ആങ്സൈറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഏത് രീതിയിലാണ് അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് എന്നാണ് പറഞ്ഞത്. അതോടൊപ്പം പറഞ്ഞ മറ്റൊരു കാര്യം ടൈം മാനേജ്മെന്റിന് വേണ്ടിയിട്ട്, അതോടൊപ്പം ഓർഗനൈസേഷൻ സ്കില്ലിന് വേണ്ടിയിട്ട് അവരെ ആ സ്കില്ലുകളൊക്കെ എന്ത് ചെയ്യാം, അവരിൽ ഡെവലപ്പ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഒരു ടൈം ടേബിൾ നമ്മൾ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇനി നമ്മുടെ കുട്ടികളുടെ മെമ്മറി പവർ കൂടാൻ, നമ്മുടെ കുട്ടികളുടെ ഈ കോൺസെൻട്രേഷൻ കപ്പാസിറ്റി കൂടാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചില ടെക്നിക്കുകൾ, അവരെ ശീലിപ്പിക്കേണ്ടുന്ന കുറച്ച്, അതായത് ഒന്ന്, നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ നല്ല മെമ്മറി പവറും മെമ്മറി കപ്പാസിറ്റി ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ബ്രെയിൻ ജിമ്മുകൾ നമുക്ക് നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കിട്ടും. നമുക്ക് നമ്മുടെ ഇതിൽ തന്നെ ടൈപ്പ് ചെയ്തിട്ടിട്ടുണ്ട്, ബ്രെയിൻ ജിമ്മുകൾ എന്ത് ചെയ്യുക, പരിശീലിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു പാരന്റ് എന്തായിട്ടുണ്ട് ഇട്ടിട്ടുണ്ട്, ഫാത്തിമ വാഴക്കാട്. ഫാത്തിമ മാഡം എന്തായിട്ടുണ്ട് അതിൽ ഇട്ടിട്ടുണ്ട്, ബ്രെയിൻ ജിം എന്ത് ചെയ്യാം, പരിശീലിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. ബ്രെയിൻ ജിം പരിശീലിപ്പിക്കുക എന്ന് പറയുന്നത് അത് ഒരുപാട് സാധനങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കിട്ടും. ജസ്റ്റ് എന്താ പറയാ, ഒരു മെറ്റീരിയൽസും ആവശ്യമില്ലാതെ നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെ ഈ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും. പിന്നെ ചെവി പോക്കും പിടിക്കുന്നത്, ഇങ്ങനെയുള്ള ഒരുപാട് ബ്രെയിൻ ജിംസ് എന്ത് ചെയ്യും, നമുക്ക് നെറ്റിൽ തന്നെ ഇഷ്ടം പോലെ കിട്ടും. കുട്ടിയുടെ
മെമ്മറി പവർ കൂട്ടാൻ പറ്റുന്നത്, കോൺസെൻട്രേഷൻ കപ്പാസിറ്റി കൂട്ടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കിട്ടും. അതിനെന്ത് ചെയ്യാം, കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികളിൽ ശീലിപ്പിക്കണം. കുട്ടികളിൽ ശീലിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഈ മെമ്മറി പവറും ഈ കോൺസെൻട്രേഷൻ പവറും നമുക്കും കുറവാണ് കേട്ടോ. ഈ മെമ്മറി പവറും ഈ കോൺസെൻട്രേഷൻ പവറും നമുക്കും കുറവാണ്. ഒരു ചോദ്യം ഞാൻ ചോദിക്കാം, നമ്മളിൽ എത്ര പേർക്ക് നമ്മുടെ ഹസ്ബൻഡിന്റെ, അതായത് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു 3-4 ആൾക്കാരുണ്ടല്ലോ, ഹസ്ബൻഡ്, മകൻ, മകൾ, പിന്നെ ഉമ്മ, വാപ്പ, ഇവരുടെ അല്ലാത്ത ഒരു 5 പേരുടെ മൊബൈൽ നമ്പർ കാണാതറിയുന്ന, അതായത് നമ്മളുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളല്ലാത്ത 5 പേരുടെ മൊബൈൽ നമ്പേഴ്സ് കാണാതറിയുന്ന എത്ര പേരുണ്ട് ഇതില്? ഉണ്ടെന്നുണ്ടെങ്കിൽ യെസ് അടിക്കാം. നമ്മുടെ മക്കൾക്ക് മെമ്മറി പവർ ഇല്ല, ഓർമ്മശക്തി ഇല്ല എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ചോദിച്ചത്. ഓ യെസ്, ഗ്രേറ്റ്. ഒരാള് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സാലിഹുണ്ട്. ഓക്കെ, ഓ ഗ്രേറ്റ് ആൾക്കാരുണ്ടല്ലോ, മാഷാ അല്ലാഹ്. ഓക്കെ, പണ്ടറിയാമായിരുന്നു എന്നാണ് പറഞ്ഞല്ലേ. ഓക്കെ, ഇപ്പൊ 3 ആൾക്കാരറിയാം. ആദ്യം അറിഞ്ഞിരുന്നു, ഇപ്പൊ അറിയില്ല. അതായത് നമ്മളും ചെയ്യേണ്ട കാര്യമാണ്. ഉദാഹരണത്തിന് നമ്മൾ ഇതൊക്കെ അറിഞ്ഞു, ഇതിപ്പോ ഞാൻ പറയില്ലേ, ഫോൺ നമ്പർ നമുക്കറിയാം. പക്ഷെ നമ്മളിൽ പലരും എല്ലാ സാധനവും മേടിക്കും, തിരിച്ച് വീട്ടിലെത്തും, അശ്വടാ സബോള മേടിക്കാൻ മറന്നു, അല്ലെങ്കിൽ കായം മേടിക്കാൻ മറന്നു, പിന്നെ അതിന് വീണ്ടും കൊടുക്കും. അപ്പൊ കെട്ടിയവൻ പറയും, എത്ര നേരം അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു, എന്നിട്ടും അത് മറന്നില്ലേ എന്ന് നമ്മൾ ചോദിക്കും. ഈ സാധനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിനെ നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് നമുക്കും പണി തരും. സ്വന്തം നമ്പർ തന്നെ ചിലപ്പോൾ അറിയില്ല. സംഭവം ഉള്ളതാണ്. നമുക്ക് തന്നെ നമ്മുടെ മെമ്മറി സത്യം പറഞ്ഞാൽ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടില്ല. ആ മെമ്മറിയെ ടീസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇപ്പോഴും അന്യാണ്. ഒന്ന് ആലോചിച്ച് നോക്കാം, പണ്ട് നമ്മള് ടീച്ചർ ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്ന സമയത്ത് ഒരു 340 പ്ലസ് 750 എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോഴോ നമ്മൾ മൊബൈൽ എടുത്തിട്ട് കാൽക്കുലേറ്റർ അടിച്ചു നോക്കും, അല്ലെങ്കിൽ ഒരുപാട് സമയം എടുക്കും. ഈ രീതിയിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. നമ്മൾ തന്നെ മെമ്മറിയും നമ്മുടെ കോൺസെൻട്രേഷനും സത്യം പറഞ്ഞ വീക്കാണ്. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? അതാണ് ലാൻഡ് ലൈൻ ആയിരുന്നപ്പോൾ കുറെ നമ്പർ അറിയായിരുന്നു. സംഭവം ശരിയാണ്. നമ്മൾ എന്ത് ചെയ്യാണെന്ന് അറിയോ? നമ്മുടെ കയ്യിലുള്ള ഈ സാധനം വന്നപ്പോ നമ്മൾ എന്ത് ചെയ്യാണ്? ഇതുമലാണ് മൊത്തം ഇരിക്കണത്. എല്ലാം ഇതിലാണ് നമ്മൾ എന്ത് ചെയ്യണത്? നല്ല രസകരമായിട്ടുള്ള ഇതൊക്കെ വരുന്നുണ്ട്. ഫ്രിഡ്ജില് എന്തെങ്കിലും എടുക്കാൻ പോയാൽ തന്നെ അത് അവിടെ നിൽക്കും. എന്തിനാ ഇപ്പൊ വന്നെന്ന് ആലോചിക്കും. സംഭവം ശരിയാണ്, സത്യം. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കാര്യം പറയാം. നമ്മൾ എന്തായിട്ടുണ്ടാവും, അടുപ്പത്ത് ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരിക്കും, ഓണാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. നമ്മളപ്പുറത്ത് ഐശാത്ത വന്നിട്ട് വിളിച്ചിട്ടുണ്ടായിരിക്കും, പാത്തു എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്, നമ്മൾ സംസാരിച്ചാണ്ട് തുടങ്ങി. പിന്നെ കരിയണൊരു മണം കെട്ടപ്പോഴാണ് പൊടച്ച റബ്ബേ എന്നിട്ടൊരു ഓട്ടുണ്ട് നമ്മൾ തിരിച്ച്. ആലോചിച്ചൊക്കെ അവസ്ഥ. അതാണ് നമ്മുടെ അവസ്ഥ. പക്ഷെ നമ്മൾ പരാതി പറയണ ആരെയെന്നറിയോ? കുട്ടികൾക്ക് മറവി. കുട്ടികൾക്ക് മറവി, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നത്. കുട്ടികളുടെ മറവിക്ക് ഞാനതാണ് പറയുന്നത്. വീണ്ടും നമ്മൾ നല്ല രീതിയിൽ അവരെ സംസാരിച്ചിട്ട് നമുക്ക് അവരെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്ക്രീനിന്റെ ടൈം കുറയ്ക്കുക. സ്ക്രീൻ ടൈം, അതായത് സ്ക്രീൻ ടൈം കുറയ്ക്കുക എന്ന് വളരെ പ്രധാനപ്പെട്ട സാധനമാണ്. ഫോൺ ഉപയോഗിച്ചോട്ടെ, അവര് അതിന് കൃത്യമായിട്ട് സമയം കൊടുക്കുക. എത്ര സമയം നീ ഉപയോഗിച്ചോ പ്രശ്നമില്ല, ഇത്ര സമയം ഉപയോഗിക്കുക. അങ്ങനെ അവർക്ക് എന്ത് ചെയ്യണം? നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് സ്ക്രീൻ ടൈം കൂടുന്തോറും നമ്മുടെയും മെമ്മറി പവറും കോൺസെൻട്രേഷൻ പവറും കുറയും. സ്ക്രീൻ ടൈം കൂടുന്തോറും മെമ്മറി പവറും കോൺസെൻട്രേഷൻ പവറും കുറയും. നമ്മളെല്ലാരും പോയി കഴിഞ്ഞാൽ നമുക്ക് ജോലി ഒന്നുമില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? മൊബൈൽ എടുത്ത് നമ്മളിരിക്കും. ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ രീതിയിലേക്ക് നമ്മളും സ്ക്രീൻ ടൈം കൂടി നമ്മൾ എന്തുണ്ടാക്കണമെങ്കിലും എന്ത് ചെയ്യും? നമുക്കറിയാം ചിക്കൻ കറി ഉണ്ടാക്കാൻ, എന്നാലും എന്താ പറയാ, ഉമ്മീസ് കിച്ചൺ വെൽ എങ്ങനെ ഉണ്ടാക്കി നമുക്കറിയാവുന്നൊരു പൂതിയാണ്. അപ്പൊ ആ രീതിയിൽ എന്ത് ചെയ്യും? നമ്മള് ഫോണ് കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഫോൺ കൊടുക്കുന്ന സമയം ചോദിച്ചിട്ടുണ്ട്. പരമാവധി ഒരു ദിവസം 1 മണിക്കൂർ കൊടുക്കുന്ന രീതിയിലേക്ക് ആക്കാം, അല്ലെങ്കിൽ 1.5 മണിക്കൂർ. അതിന് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 1.5 മണിക്കൂർ ഒറ്റ ഇരിപ്പിലാണ്ട് കൊടുക്കണ്ട. ഒരു 10 മിനിറ്റ് കൊടുക്കുക,
പിന്നെ ഒരു 15 മിനിറ്റ് കൊടുക്കാം. അപ്പൊ എന്താ ഉണ്ടാവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും ഫീൽ ചെയ്യും, ആ ഞാൻ കുറെ കണ്ടല്ലോ. അങ്ങനെ ഫീൽ ചെയ്യുന്ന രീതിയിലേക്കാണ് കൊടുക്കേണ്ടത്. അതല്ലാതെ നമ്മൾ എന്താ ചെയ്യാന്നറിയോ, ഫോൺ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറയാ, എത്ര നേരമായി ഇതും ഇരിക്കണ്, അങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാത് മേടിക്കുക. അങ്ങനെയല്ല, എന്ത് ചെയ്യാ നല്ല രീതിയിൽ, ആ എടാ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കാണാം കേട്ടാ, ഇനി എന്താ വെച്ചാൽ ചെയ്ത് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കാണാം, അങ്ങനെ പറഞ്ഞാൽ മതി. അങ്ങനെ പറഞ്ഞാൽ എന്ത് ചെയ്യാ, എന്തുണ്ടാവുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ശീലിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ശീലിപ്പിച്ചു കഴിഞ്ഞാൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും ഫീൽ ചെയ്യും, ആ കുറച്ചു നേരം കണ്ടല്ലോ, അപ്പൊ ഇനി മതി, ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ നമ്മൾ പറയാൻ പറ്റണം. അതിന് വേറൊരു ഇതുണ്ട്. സാധാരണ ഉറക്കം നമുക്ക് സത്യം പറഞ്ഞാൽ ആർക്കും മതിയാവാറില്ല, ശരിയല്ലേ? കുട്ടികളെ കാര്യം വിടും, നമ്മളെ കാര്യം പറയാം. അലാറം വെച്ച് കൊടുക്കുക നല്ലതാണ്. പക്ഷെ നമ്മൾ വേറെ എവിടെയെങ്കിലും അലാറം വെക്കുക, ഫോണിൽ അലാറം വെച്ച് കൊടുക്കണ്ട. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിലേ അതിപ്പോ തീരുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് അവരിയ്ക്കുക. അപ്പൊ അത് വേണ്ട. അതല്ലാത്ത രീതിയിൽ അവരറിയാത്ത രീതിയിൽ അതിനെ എന്താ പറയാ, ആ സമയം തീർന്നു എന്ന് പറയാൻ പറ്റുന്ന രീതിയിലേക്ക് എന്ത് ചെയ്യും, പറയാനായിരിക്കും നല്ലത്. അപ്പോ പറഞ്ഞ കാര്യം കൂടി പറയാണ്, നമ്മൾ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഉറക്കം നമുക്ക് ആർക്കും പൂർത്തിയാവാറില്ല. ഇതേപോലത്തെ ഒരു സാധനമാണ്. നമുക്ക് എത്ര ഉറങ്ങിയാലും മതിയാവില്ല. നമ്മള് രാത്രി 10:30 കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാലും 5 മണിക്ക് എണീച്ചാൽ നമ്മൾ പറയും, അശ്ശോ ഇത്ര നേരത്തെ സമയമായോ, നമ്മൾ ചിന്തിക്കും. അപ്പൊ ഇങ്ങനെ ഉണ്ടാവണതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മൈൻഡിനെ പറഞ്ഞ് ശീലിപ്പിക്കുക എന്ന് പറഞ്ഞൊരു സാധനം പറയുന്നുണ്ട്. ഇന്നലെ സാർ പറഞ്ഞിരുന്ന ഒരു പുസ്തകം ഉണ്ട്, നിങ്ങൾ ആരെങ്കിലും വായിച്ചോ, അതിനുള്ള ശ്രമങ്ങൾ നടത്തിയോ എന്ന് എനിക്കറിയില്ല, ആ പേര് മറക്കണ്ട കേട്ടോ. ഇന്ന് ഞാനൊരു പുസ്തകത്തിന് പരിചയപ്പെടുത്തുന്നതേ നമ്മൾ ഓരോരുത്തരും വായിക്കേണ്ട ഒരു ബുക്കാണ്. രക്ഷിതാക്കളായിട്ടുള്ള നമ്മൾ ഓരോരുത്തരും വായിക്കേണ്ട, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പുസ്തകമാണ് മിറാക്കിൾ മോർണിംഗ് എന്ന് പറയുന്ന ഒരു ബുക്ക്. മിറാക്കിൾ മോർണിംഗ് എന്ന് പറയുന്ന ഒരു പുസ്തകം. ആ പുസ്തകത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിന്റെ മലയാളം നമുക്ക് വാങ്ങാൻ കിട്ടും. വിസ്മയ പുലരി എന്നാണ് അതിന്റെ മലയാളത്തിന്റെ ട്രാൻസ്ലേഷൻ ഉണ്ട്. അതിന്റെ പേര് വിസ്മയ പുലരി എന്നാണ്. വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അഡോപ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന, അതിനെ ബേസ് ചെയ്തിട്ട് തന്നെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബുക്കാണ്. നല്ല രീതിയിൽ നമ്മൾ അതിനെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ബുക്കാണ്. അപ്പൊ അത് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അതിൽ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് സത്യം പറഞ്ഞാൽ പഠനത്തിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ ഉറക്കത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിലുള്ള ഓരോ കാര്യങ്ങളിലേക്കും നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ആ രീതിയിൽ അതിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. ഓദർ നെയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാൽ എൽറോഡ് എന്നാണ് തോന്നുന്നുണ്ട് ഓദറിന്റെ നെയിം. ഹാൽ എൽറോഡ്ന്നോ അങ്ങനെ എന്തോ ആണ് ഓദറിന്റെ നെയിം. മിറാക്കിൾ മോർണിംഗ് അടിച്ചാൽ തന്നെ കിട്ടും. ആ ഒരു ഒറ്റ പുസ്തകം തന്നെ ഉള്ളൂ, വേറെ എവിടെയും അങ്ങനെ ഒരു പുസ്തകമായിട്ടും കണ്ടതായിട്ട് ഓർമ്മയില്ല. അപ്പൊ അത് ഹാൽ എൽറോഡ് തന്നെ തോന്നുന്നുണ്ട് കേട്ടോ ഓദറിന്റെ നെയിം. അപ്പൊ അത് നമുക്ക് ഒരുപാട് ചേഞ്ചസ് നമുക്കും നമ്മുടെ ലൈഫിലും അതോടൊപ്പം തന്നെ മക്കളുടെ ലൈഫിലും നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോ ഇന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ സെഷൻ PDF കുറച്ച് പാർട്ട് എന്ത് ചെയ്യുന്നത് കിട്ടുമെന്ന് പറയുന്നുണ്ട്. കിട്ടുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, PDF കിട്ടുന്നവർ വേണമെങ്കിൽ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അവരുടെ ഏത് ഗ്രൂപ്പിലാണുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിലേക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോ നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളെ ഒന്നുകൂടി കൺക്ലൂഡ് ചെയ്യാണ്. ആ കൺക്ലൂഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും, നിർത്തും. എങ്ങനെ പഠിക്കണം എന്നുള്ളത്, പഠനത്തിൽ എങ്ങനെ അവരെ സഹായിക്കണം എന്നുള്ളതും, എക്സാമിന് അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം എന്നുള്ളതും, അതോടൊപ്പം സോറി ഒരു കാര്യം, നമുക്ക് ഡയറക്റ്റ് മെസ്സേജ് ഉണ്ടായിരുന്നു, ഒന്ന് ഞാൻ പറഞ്ഞു വന്ന കാര്യം വിട്ടുപോയി എന്നുള്ളതാണ്. അതായത് നമ്മുടെ മെമ്മറി പവറും കോൺസെൻട്രേഷൻ പവറും കൂട്ടാനുള്ള ടെക്നിക്കാണ് പറയാൻ നിന്നിരുന്നത്. അതിന് കോൺസെൻട്രേഷൻ പവർ കൂട്ടാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും അറിയുന്ന ടെക്നിക്കാണ് ഈ സാധനം, ഇതിലേക്ക് ഇങ്ങനെ നോക്കാന്ന് പറയുന്നത്. നമ്മൾ ഇതിന്റെ ഏതും പേന ആവണമെന്നില്ല, എന്തും ആവാം, എന്തും എടുത്തിട്ട് എന്ത് ചെയ്യാം, നമ്മൾ ജസ്റ്റ് ഒരു ഇതിലേക്ക് നോക്കിക്കൊണ്ടിരിക്കാം. നോക്കിയിട്ട് എപ്പോഴാണ് നമ്മുടെ കണ്ണ് ബ്ലിങ്ക് ആവണത് അവിടെ വെച്ച് നിർത്തിയിട്ട് ടൈം നോക്കാം. ഓക്കെ, ഒരു 30 സെക്കൻഡ് ആണെങ്കിൽ ഓക്കെ. എന്നിട്ട് നെക്സ്റ്റ് ടൈം നമ്മൾ വീണ്ടും അതിൽ നിന്ന് കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യാം, വീണ്ടും നമ്മൾ ആ ടൈമിനെ നമ്മൾ ഇൻക്രീസ് ചെയ്യാൻ ശ്രമിക്കുക, ഡെവലപ്പ് ചെയ്തെടുക്കുക. 30 സെക്കൻഡ്സ് ഉള്ളത് 1 മിനിറ്റിലേക്ക് 130, ആ രീതിയിലേക്ക് അതിനെ കൊണ്ടുവരാനുള്ള കോൺസെൻട്രേഷൻ പവർ കൂടാനുള്ള ഒന്നാമത്തെ ഒരു മാർഗ്ഗമാണ്. സിമ്പിൾ ആയിട്ട് ടെക്നിക്ക്, നമുക്ക് ഒരു ചെലവില്ലാതെ. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സിമ്പിൾ ആയിട്ട് ഇരിക്കുക. ഇങ്ങനെ ഈ ഒരു ഇരുന്നിട്ട്
വേണമെങ്കിൽ കണ്ണടയ്ക്കാം. കണ്ണടച്ചു കഴിഞ്ഞിട്ട് ഇപ്പൊ ഫാൻ നമ്മുടെ റൂമിൽ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫാനിന്റെ സൗണ്ട് മാത്രം നമ്മൾ കേൾക്കാം. വേറെ ഒന്നും ഒരു സൗണ്ട് നമ്മൾ കേൾക്കാൻ പാടില്ല. ഫാനിന്റെ സൗണ്ട് മാത്രം കേൾക്കുന്ന രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം, നമ്മളെ മൈൻഡിനെ കൊണ്ടുവരാം. ചിലവർക്ക് എന്തായിരിക്കും അത് കുറച്ച് റിസ്ക് ആയിരിക്കും. ചിലപ്പോൾ എന്തായിരിക്കും പതുക്കെ പതുക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഉള്ള ഒരുപാട് കോൺസെൻട്രേഷൻ പവർ കൂട്ടാൻ പറ്റുന്ന ഒരുപാട് ടെക്നിക്സ് നമുക്ക് നെറ്റിൽ അവൈലബിൾ ആണ്, എടുക്കാം. നമുക്ക് ഏറ്റവും എളുപ്പമുള്ള പക്ഷെ ഇതൊക്കെ നമ്മളെ എന്താ പറയാ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഡോക്ടർ ഗുളിക തരുന്ന പോലുള്ള സാധനമല്ല. 2 ദിവസം കഴിച്ച് 3-ാം ദിവസം കഴിക്കണ്ട, ശരിയാവൂല. പനീന്റെ മരുന്ന് നമ്മൾ ഒരു ദിവസം കഴിച്ചു, ഒരു നേരം കഴിച്ചു കഴിഞ്ഞാൽ പനീന്റെ ചൂട് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മരുന്ന് കഴിക്കൂല. ഇത് അതേപോലെ അല്ല. ഇതിന് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ചെയ്തുകൊണ്ടിരിക്കണം. എങ്കിലാണ് മാറ്റം ഉണ്ടാവുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. പിന്നെ മെമ്മറി നമ്മുടെ മെമ്മറി പവർ കൂടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, അത് എന്താ പറയാ, ഈ ലേണിംഗ് രീതിയിലുള്ള സൈക്കോളജിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ എല്ലായിടത്തും പറയുന്ന ഒരു കാര്യമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു സാധനം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ഒരേ ഒരു ടെക്നിക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മെമ്മറി പവർ നമുക്ക് കൂട്ടാൻ പറ്റും. അത് ഇത്രേ ഉള്ളൂ. നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് റീകോൾ ദ ഡേ ഫ്രം ദ സ്റ്റാർട്ടിങ് ടു ദ എൻഡ്. അന്നേ ദിവസത്തെ രാവിലെ സ്റ്റാർട്ട് ചെയ്തത് മുതൽ കിടക്കുന്നത് വരെയുള്ള മുഴുവൻ സമയത്തേക്ക് എന്ത് ചെയ്യാം, ഓരോ കാര്യങ്ങളെയും റീകോൾ ചെയ്തെടുക്കാം. രാവിലെ ഞാൻ എഴുന്നേറ്റു, നമുക്ക് കുട്ടികളെയും ശീലിപ്പിക്കാൻ പറ്റും. അങ്ങനെയുള്ള നമ്മുടെയും മെമ്മറി പവർ കൂട്ടാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അത് തന്നെ റിവേഴ്സ് ഓർഡറിലും ഓർത്തെടുക്കുക എന്ന് പറയുന്നത് പതുക്കെ പതുക്കെ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തു വരികയാണെന്നുണ്ടെങ്കിൽ മെമ്മറി പവർ കൂടും എന്നുള്ളത് പ്രൂവൺ ടെക്നിക്കാണ്. അപ്പൊ ഇങ്ങനെയുള്ള ടെക്നിക്സ് കൂടി ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ കുട്ടികളെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ നമുക്ക് പറ്റും എന്ന് കൂടി എന്ത് ചെയ്യാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോ ഇന്ന് നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ നമ്മുടെ മക്കളെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എക്സാമിൽ സഹായിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, വീട്ടിൽ ഒരു മെന്ററായിട്ട്, ഒരു ഫ്രണ്ടായിട്ട്, ഒരു ഡിസിപ്ലിനറിയനായിട്ട്, അതോടൊപ്പം അവരെ എല്ലാ തരത്തിലും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആളായിട്ട് കൂടി, ഒരു സപ്പോർട്ടീവ് ഹാൻഡ് ആയിട്ട് കൂടി നമുക്ക് മാറാൻ കഴിയണം എന്ന് കൂടി എന്ത് ചെയ്യാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോ പാരന്റിങ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത് നമ്മൾ ആഗ്രഹിച്ച്, നമ്മൾ വേണം എന്ന് അത്രമേൽ ആഗ്രഹിച്ച് തീരുമാനിച്ച് എടുത്തിട്ടുള്ള ഒരു ഉത്തരവാദിത്തമാണ് പാരന്റിങ് എന്ന് പറയുന്നത്. നമ്മുടെ മക്കളാരും നമ്മളെ സെലക്ട് ചെയ്തിട്ടില്ല. നമ്മുടെ മക്കളല്ല പറഞ്ഞത് ഷെഫീഖ ആയിരിക്കണം എൻ്റെ വാപ്പ, അല്ലെങ്കിൽ ഫാത്തിമയായിരിക്കണം എൻ്റെ ഉമ്മ എന്ന് എൻ്റെ മകനല്ല തീരുമാനിച്ചത്. ഞാനാണ് തീരുമാനിച്ചത് എനിക്ക് മകൻ ഉണ്ടാവണം, അല്ലെങ്കിൽ എനിക്ക് മക്കൾ ഉണ്ടാവണം എന്ന് ഞാനാണ് തീരുമാനിച്ചത്. നമ്മൾ ഓരോരുത്തരുമാണ് തീരുമാനിച്ചത്. അപ്പോ ആ മക്കളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് മറ്റാരേക്കാളും വലുത് നമുക്ക് തന്നെയാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതോടൊപ്പം ഖലീൽ ജിബ്രാന്റെ ഒരു കവിതയുണ്ട്, നമ്മുടെ മക്കൾ നമ്മുടേതല്ല എന്ന് അർത്ഥം വരുന്ന രീതിയിലുള്ള ഒരു കവിത. അതുകൂടി എന്ത് ചെയ്യണം, നമ്മൾ ഓർക്കണം. അവരൊക്കെ എന്താണ് പറയാ, നാളത്തെ വലിയ 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 ചരിത്രങ്ങളെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന, ഇതിഹാസങ്ങൾ രചിക്കാൻ പറ്റുന്ന ഓരോ വീടുകളാണ്, ഓരോ ഇടങ്ങളാണ് നമ്മുടെ മക്കൾ എന്നാണ്. അതിന് നമ്മൾ നമ്മുടെ കയ്യിലുള്ള നമ്മുടെ തോട്ട്സിനെ, നമ്മുടെ ചിന്തകളെ നമ്മൾ കൊടുത്ത് അതിനെ മലീമസമാക്കാതെ അവരെ റീഡിഫൈൻ ചെയ്ത്, റീഫോം ചെയ്ത്, അവർക്ക് വേണ്ട ഇടങ്ങളെ ഒരുക്കി കൊടുത്ത് നല്ല രീതിയിൽ വളർത്തുവാൻ നമുക്ക് സാധിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളെ, അതിനു വേണ്ടിയിട്ടുള്ള ഇടങ്ങളെ, അതിനു വേണ്ടിയിട്ടുള്ള സാമഗ്രികളെ, അതിനു വേണ്ടിയിട്ടുള്ള സമയവും സാഹചര്യവും സന്ദർഭങ്ങളെയും ഒക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ ഒരു രക്ഷിതാവിന്റെ കടമ. ആ രീതിയിൽ നല്ല ഒരു രക്ഷിതാവായി മാറുവാൻ, എല്ലാ തരത്തിലും കുട്ടികളെ സപ്പോർട്ട് ചെയ്ത് ഏറ്റവും നല്ല പൗരനാക്കി മാറ്റുവാൻ, എന്ന് പറഞ്ഞാൽ ഐഡിയൽ പൗരനാക്കി മാറ്റാൻ നമുക്ക് കഴിയണം. അതിന് വി ഹാവ് ടു ബിക്കം എ റോൾ മോഡൽ ഫോർ അവർ ചിൽഡ്രൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. കേട്ടിരുന്നവർക്ക് നിങ്ങളുടെ
കാതുകൾ കടം നൽകിയവർക്ക് എല്ലാവർക്കും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുള്ള കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം, ശുഭരാത്രി. താങ്ക് യു ഷഫീഖ് സാർ. വളരെ സുന്ദരമായ അവർക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ വളരെ സുന്ദരമായിട്ടുള്ള സെഷൻ നയിച്ചതിന് അഭിനന്ദനങ്ങൾ. നമ്മള് കുട്ടികൾക്കുള്ള സെഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്കുള്ള സെഷൻ നമ്മൾ ഗ്രൂപ്പുകളിൽ അറിയിക്കും. നാളെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നാളെ നമ്മൾ നടത്തുന്നില്ല. ഇനി എന്നാണോ ചെയ്യുന്നതെന്നുള്ള ഗ്രൂപ്പിൽ അറിയിക്കും. കുട്ടികൾക്ക്, അതായത് പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന വിദ്യാർത്ഥികൾ എടുക്കേണ്ട മുന്നൊരുക്കങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും അതിൽ ഡിസ്കസ് ചെയ്യുക. അന്ന് അവരുടെ കൂടെ നിങ്ങളും ഇരിക്കണം. രക്ഷിതാക്കൾ ഇരുന്നിട്ട് വേണം നമുക്കത് മുന്നോട്ട് പോകാൻ. സമീന മാഡം ചോദ്യം ചോദിക്കട്ടെ ചോദിച്ചു. റെഡി? നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാൻ സൗകര്യം തരാം, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ചോദിക്കാം. ഓക്കെ, ചോദിച്ചോളൂ. സർ വളരെ നല്ല സെഷൻ ആയിരുന്നു. താങ്ക് യു സോ മച്ച്. ഞാൻ സാർ പറഞ്ഞ ഒരു പ്രശ്നമില്ല. ഏതാണ് മറവിയില്ല, ഇരിക്കാൻ അല്ല അങ്ങനെ പെട്ടെന്ന് മനസ്സിലാവും, എല്ലാം ചെയ്യും. പക്ഷെ ഇരിക്കൂല, 10 മിനിറ്റ് പോലും ഇരിക്കൂല. ആ ഇരുന്നാൽ തന്നെ നേരെ ഇരിക്കൂല, വളഞ്ഞുകൂത്തി സോഫയിൽ ഇങ്ങനെ കിടക്കും. നേരെ ഇരുത്താൻ നമ്മൾ ശ്രമിച്ചാലും ഇരിക്കൂല, വളഞ്ഞുകൂത്തിയേ ഇരിക്കൂ. പക്ഷെ ഈ ആ ഇരിക്കുന്ന സമയം പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യും. പക്ഷെ ഈ 10 മിനിറ്റ് കൂടുതൽ എങ്ങനെ പോയാലും ഒരു സ്ഥലത്ത് ഇരിക്കൂല. അതാണ് പ്രശ്നം. ഇരിക്കാൻ പറ്റില്ല അവന്. എങ്ങനെയായാലും അവൻ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കൂ. ആ ഇരിക്കുന്ന സമയം കൂടി, ആ ഇരിക്കുന്ന സമയം ഓക്കെയാണ്. പിന്നെ ഒരു പ്രശ്നമുള്ളത്, അവനൊരു ഇതില്ല, എങ്ങനെ ഇത്രയും വേണം, ഇത്രയൊക്കെ മതി, ഇത് ഇത്ര പഠിച്ചതുകൊണ്ട് എനിക്ക് ഇത്രയും ഒക്കെ കിട്ടും, അത്ര മതി, അങ്ങനെ ഒരു മെന്റാലിറ്റിയാണ്. അതിനെന്താ ചെയ്യേണ്ടത്? ഉറക്കം അങ്ങനെയൊന്നുമില്ല, ഇരിക്കും, ഉറക്കത്തിനൊന്നും പ്രശ്നമില്ല. ഇരിക്കൂല, ഇരിക്കാൻ പറ്റില്ല അവനെ കൊണ്ട്. അത് കുറച്ച് സൈക്കോളജിസ്റ്റുകൾ കൂടി മറുപടി പറയേണ്ട മറുപടിയാണ്. അത് ചിലപ്പോൾ ഹൈപ്പർ ആക്ടിവിറ്റി അങ്ങനത്തെ ഭാഗങ്ങളായിരിക്കാം. അല്ലെങ്കിൽ നമ്മളെ ഭാഷയിൽ പറയുന്നത്, ഇന്നലെ നമ്മൾ ടെസ്റ്റ് ചെയ്തതിൽ അത് ചിലപ്പോൾ ഒരു കനസെറ്റിക് രൂപത്തിൽ പഠിക്കുന്ന ആളായിരിക്കാം. അപ്പൊ അടക്കി ഇരുത്തുക എന്നുള്ളതൊന്നും ഒരു വലിയ കഴിവൊന്നുമില്ല. അവർ പോകുന്നിടത്തുള്ള കാര്യങ്ങൾ കണ്ടെത്തിയിട്ട് അവനെ ശീലിപ്പിക്കുക എന്നുള്ളതാണ്. ഷഫീഖ് സാർ? യെസ്, അത് സാറ് പറഞ്ഞത് തന്നെയാണ് അതിന്റെ മറുപടി. അതായത് നമ്മള് ലേണിംഗ്, അതിപ്പോ ഷാർ സാർ പറഞ്ഞ പോലെ നമ്മളൊന്നും സൈക്കോളജിയുമായിട്ട് കൗൺസിലിംഗുമായി ബന്ധപ്പെട്ട് റിലേറ്റഡ് ആയ ആൾക്കാരല്ല. നമ്മള് ലേണിങ്സുമായി ബന്ധപ്പെട്ട രീതിയിൽ അതിനെ നോക്കുമ്പോൾ കനസ്തെറ്റിക് ആയിട്ടുള്ള കുട്ടികൾ അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. എപ്പോഴും അവരിങ്ങനെ അതില് നമ്മൾ പലരും നോക്കിയാൽ നടന്ന് പഠിച്ചവരാണ് നമ്മൾ കുറെ ആൾക്കാർ. ചാടിയിട്ട് ഇരുന്നിട്ട് മരത്തിന്റെ ചില്ലയിലിരുന്ന് പഠിച്ച ആളുകളൊക്കെയാണ് പണ്ടത്തെ കാലത്തെ ആൾക്കാരൊക്കെ. അത് അവരുടെ രീതിയാണ്. അപ്പൊ അതിനെ അങ്ങനെ ഉൾക്കൊള്ളുക. പിന്നെ അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നേരത്തെ സാറ് പറഞ്ഞതുപോലെ ആ രീതിയിലുള്ള ആളുകളോട് സംസാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനെന്തെങ്കിലും മാറ്റം ഉണ്ടാവും. പക്ഷെ നമ്മളെ ഗ്രൂപ്പിലെ അഡ്മിനോട് പറഞ്ഞാൽ അതിന് പറ്റുന്ന ആൾക്കാരെ കണക്ട് ചെയ്ത് തരാം. ഓക്കെ. അപ്പൊ എനിവേ, ഇനിയുള്ള ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ അഡ്മിന്മാരുമായിട്ട് ചോദിക്കാം. ഗ്രൂപ്പിലത്തെ അഡ്മിന്മാരുമായി ചോദിക്കുക. അപ്പൊ സംസാരിച്ചിട്ട് അതിന് മറുപടി കൃത്യമായിട്ട് തന്നെ പറഞ്ഞുതരും. എനിവേ, ഇന്നത്തെ ക്ലാസ് ശ്രദ്ധിച്ച എല്ലാവർക്കും ടീം എസ് ടീമിന്റെ നല്ല ഹൃദ്യമായ നന്ദി. നല്ലൊരു ശുഭരാത്രി നേരുന്നു. കുട്ടികളെ ക്ലാസ് നേരത്തെ ആരും എഴുതിയിട്ടിട്ടുണ്ട്, രാത്രി പഠിക്കുന്ന സമയം മാറ്റിയിട്ട് ചെയ്യണമെന്നൊക്കെ. നമുക്ക് നോക്കാം, ഏറ്റവും നല്ലൊരു സമയം കണ്ടെത്തിയിട്ട് ആ ഒരു ദിവസം കൃത്യമായിട്ട് 2 മണിക്കൂറോളം കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള പരീക്ഷാ മോട്ടിവേഷൻ ക്ലാസ് ഉണ്ടാവും. അതിലും കൂടി നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അതും കൂടി അറ്റൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ക്യാമ്പ് അവസാനിക്കുള്ളൂ. ഇതിനുശേഷം ഇന്നലെ കുറച്ച് ആൾക്കാർ ചോദിച്ചിരുന്നു, ഇന്നലെ കുറച്ച് കരിയറിന്റെ ഭാഗം പറഞ്ഞു, കരിയറിലും പേരന്റ് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. പ്രത്യേകിച്ച് 9, 10, +1, +2 പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് മാത്രമായിരിക്കും കരിയറിൽ ഒരു രക്ഷിതാവിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഒരു കുട്ടിയുടെ ഭാവി തീരുമാനിക്കുന്നിടത്ത് എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പൊ നമുക്കത് ചർച്ച ചെയ്യാം. നമുക്ക് പഠിക്കാനിരുന്നാൽ ഉറങ്ങി തൂങ്ങും, അത് നേരത്തെ പറഞ്ഞ അസുഖം തന്നെയാണ്. അത് കുറച്ചധികം കൂടുതലാണെങ്കിൽ സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ട് അതിനുള്ള മറുമരുന്ന് കാണാം. അതല്ല ഒരു നോർമൽ ലെവലാണെന്നുണ്ടെങ്കിൽ അവനെ ഇരുത്താതെ അവനെ കൂടുതൽ എൻജോയ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന സാധനങ്ങൾ കയ്യിലേക്ക് എത്തിച്ചു കൊടുക്കുക, ചെയ്യിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ. എനിവേ, കുട്ടികളെ എക്സാം എത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികളെ ക്ലാസ് വളരെ പെട്ടെന്ന് നടക്കും. നാളെ മറ്റന്നാളൊക്കെ തന്നെ നടക്കും. വളരെ അടുത്ത ദിവസം തന്നെ കൊടുക്കും ട്ടാ. റഷീദ മാഡം, തീർച്ചയായിട്ടും മക്കൾക്കുള്ള മോട്ടിവേഷൻ ക്ലാസ് വളരെ പെട്ടെന്ന് ഉണ്ടാവും. നിങ്ങൾ അറിയിക്കും, ഗ്രൂപ്പിൽ അറിയിക്കും. അപ്പൊ കിട്ടും. ഓക്കെ. എനിവേ, താങ്ക് യു. ഗുഡ് നൈറ്റ് ഓൾ ഓഫ് യു. നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം. ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കാം. ഓക്കെ, ബൈ. അടിപൊളിയായിരുന്നു ഷഫീഖ് സാറിന്റെ. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചു. ഞാൻ പേരന്റ് എന്നുള്ള നിലക്ക് നമ്മളെ മക്കള് പലതിനും പഠിക്കാത്തതും കുറെ ഇതുണ്ടല്ലോ. ഇപ്പൊ ഫുട്ബോൾ കളിയാണ്, പിന്നെ ആണെങ്കിൽ പഠിക്കാൻ ഇരിക്കൂല, കളിയാണ്, മൈൻഡ് ഇല്ല, പഠിക്കാനുള്ള മൈൻഡ് ഇല്ല അവർക്ക്. ഇപ്പൊ കളി മാത്രമേ ഉള്ളൂ മക്കൾക്ക്. കുറെ അനുഭവങ്ങൾ എനിക്ക്
നമ്മളും ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാറ്റങ്ങൾ വരുമെന്ന് മനസ്സിലാക്കിയെടുത്തു. വളരെ സന്തോഷം. അത്തരം തിരിച്ചറിവുകൾ തന്നെയാണ് ഈ സെഷന്റെ ആകത്തുക എന്ന് പറയുന്നത്. ഒരുപാട് ട്രെയിനിങ് കേറിയിട്ടുണ്ട് നിങ്ങള് ഇതേപോലെ ഒരുപാട് ഇതിൽ കയറിയിട്ടുണ്ട്. നിങ്ങളിതിൽ തന്നെ മുബഷിറ ഫാറൂഖ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളിതിലുണ്ടോ? ഓക്കെ ആ സാർ നമുക്ക് ആ സമയത്ത് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. നമുക്ക് സൗകര്യങ്ങൾ കുറവായിരുന്നു. നോക്കാം, എന്തായാലും ഇപ്പൊ കിട്ടിയല്ലോ, നമുക്ക് ഇനിയുള്ള ദിവസങ്ങൾ ശ്രമിച്ചു നോക്കാം. ഇനി ഇതുപോലെ പല പല ക്ലാസ്സിലായിട്ട് നിങ്ങൾ മുന്നോട്ട് വരണം കേട്ടോ. എന്നാലും ഞമ്മക്കത് തീർച്ചയായിട്ടും ആ തീർച്ചയായിട്ടും ഗ്രൂപ്പിലിടാം. ആ പിന്നെ ഇപ്പൊ പറഞ്ഞ മക്കളെ അവസ്ഥകളൊക്കെ ഭയങ്കര വീക്കായിട്ടാണ് പോണത്. പല ഇതിലല്ല പോണത്. അപ്പൊ ഞമ്മക്ക് ഇങ്ങനത്തെ ഓരോരോ അറിവ് കിട്ടുമ്പോഴേ നമ്മള് രക്ഷിതാവും നന്നാവുള്ളൂ. അത് കേട്ടിട്ടേ ഞമ്മക്ക് മക്കൾക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കും. മക്കളെന്ന് പറഞ്ഞാൽ അനുസരണയില്ലാത്ത മക്കളല്ലേ. അതുകൊണ്ട് അവർക്ക് ഞമ്മള് കുറെ അനുഭവങ്ങൾ ഇപ്പൊ കേട്ട് പഠിച്ച്. ഇൻഷാ അല്ലാ അതുപോലെ നിങ്ങൾ ഇനിയും മുന്നോട്ട് വരണം. താങ്ക് യു. ഓക്കെ ബൈ. നല്ല ഫീഡ്ബാക്ക് നൽകിയതിന് നന്ദി. അപ്പൊ നമ്മുടെ സമയം കഴിഞ്ഞു. നമുക്ക് നാളെ കാണാം. അടുത്ത ക്ലാസ് ഉടനെ തന്നെ ഗ്രൂപ്പിലിടുന്നതായിരിക്കും. ഗുഡ് നൈറ്റ് ഓൾ ഓഫ് യു. നിങ്ങളെ ഗ്രൂപ്പ് അഡ്മിൻ ഓൺലി ആക്കി ചിലതൊന്ന് കുറച്ച് തരാം. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ ഫീഡ്ബാക്ക് അഡ്മിനോട് എഴുതി അയക്കുകയും ചെയ്യാം കേട്ടോ. ഓക്കെ.